Stella, we simplify learning. For +1, +2, NEET and JEE. Download the app now. Hi friends, Stella we simplify learning പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നില്ലേ? ക്രിസ്മസ് എക്സാമിന് ഒരു നല്ലൊരു വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് തോന്നും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വലിയ ധാരണയൊന്നും ഇല്ലാതിരിക്കില്ല അല്ലേ? സോ ഡെറിവേറ്റീവ്സ് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് സീറോ നോളജ് ആണെങ്കിൽ കൂടി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കോൺസെപ്റ്റും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ കവർ ചെയ്യും. ഓക്കെ, സോ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനും നിങ്ങളുടെ ഈ വീഡിയോ ലെക്ചർ കാണുന്ന ടൈമും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളൊരു 3 മണിക്കൂർ ഈ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ചാപ്റ്റർ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലോട്ട് തരും, ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഓരോ കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ച് തറവായി മുന്നോട്ട് പോകും. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ നിന്നില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇതിൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ, ഓരോ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം മിനിമ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അങ്ങനെയൊക്കെ പറഞ്ഞ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻ്റർവെൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ ടൈപ്പ് അല്ല, ഇതിൻ്റെ തന്നെ പല വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഈ ഓരോ ടൈപ്പിനും പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റീസും NCERT-യിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ, എന്തൊക്കെ വെറൈറ്റി പ്രോബ്ലംസ്, എന്തൊക്കെ വെറൈറ്റി ടൈപ്പുകൾ പഠിക്കാനുണ്ടോ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും എല്ലാം എന്ത് ചെയ്യാം, ഒന്നിച്ച് പഠിക്കാം. നോക്കാം, ഞാനത് ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചൊരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടേ. നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ഉള്ളതിനെ കുറിച്ച് എന്ത് വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഫംഗ്ഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പല ടൈപ്പ് ഫംഗ്ഷൻസ് കണ്ടിട്ടുണ്ട്. y ഈസിക്കൽ, ഞാനൊരു എക്സാമ്പിൾ എഴുതാം. y ഈസിക്കൽ ടു സൈൻ എക്സ് നമ്മൾ കണ്ടുള്ളൊരു ഫംഗ്ഷൻ അല്ലേ, y ഈസിക്കൽ ടു സൈൻ എക്സ്. അല്ലെങ്കിൽ y ഈസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, ഇതൊരു ഫംഗ്ഷനാണ്. y ഈസിക്കൽ ടു ലോഗ് എക്സ്, ഇത് വേറൊരു ഫംഗ്ഷനാണ് അല്ലേ? സോ ജനറലി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും അല്ലയോ, എക്സിന് ഞാൻ ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ ആ വാല്യൂസ്, എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ 30 കണ്ടുപിടിക്കണം, ഞാൻ എക്സിന് എന്ത് കൊടുക്കും, 30 കൊടുക്കും. സൈൻ 45 കണ്ടുപിടിക്കണം, എക്സിന് ഞാൻ എന്ത് കൊടുക്കും, 45 കൊടുക്കും. സോ എൻ്റെ ഇൻപുട്ട്, എനിക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടാണ് എന്തോന്ന്, നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് വിളിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്തോ പേരെന്തോ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ ഇട്ട് കൊടുക്കുന്ന വേരിയബിളാണ്, എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ്, എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഇഷ്ടമുള്ളൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നതാണ്. സോ അത് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. സോ ഈ എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്ന എക്സിന് പല വാല്യൂസ് ഞാൻ എക്സിന് ഇട്ട് കൊടുക്കുമല്ലോ. അതാണ്ട് ഈ ഇക്വേഷനിൽ തന്നെ എക്സിന് എനിക്ക് 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം. സോ ഞാൻ ഇട്ട് കൊടുക്കുന്ന എക്സിനനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കുക, y മാറിക്കൊണ്ടിരിക്കുക. സോ y എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കനുസരിച്ചാണ് y വേരി ചെയ്യുന്നത്, എക്സിനനുസരിച്ച്. എൻ്റെ ഇൻപുട്ടിനനുസരിച്ച് ആര് വേരി ചെയ്യുന്നത്, എൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ y വേരി ചെയ്യുന്നത്. സോ y എനിക്ക് എന്ത് വിളിക്കാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഈ രണ്ട് ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന വാല്യൂസാണ് അല്ലേ, ഞാൻ ഇട്ട് കൊടുക്കുന്ന വാല്യൂ എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഔട്ട്പുട്ട് മാറും. സോ ഔട്ട്പുട്ടിന് എനിക്ക് എന്ത് വിളിക്കാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. എക്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ കാര്യം മനസ്സിലായി, ഫംഗ്ഷൻസിനെ കുറിച്ച് ആ കാര്യം മനസ്സിലായി, ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. ജനറലി എനിക്ക് പറയാം ഫംഗ്ഷൻ y ഈസിക്കൽ ടു എന്തെന്ന് പറയാം, എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം, എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. കാരണം ഇവിടെ എന്താ, എക്സിന് ഞാൻ വാല്യൂസ് മാറ്റി ഇട്ട് കൊടുക്കുമല്ലോ, ഇവിടെ എക്സിനനുസരിച്ചാണ് ആര് മാറുന്നത്, y മാറുന്നത്. സോ എനിക്ക് പറയാം y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തെന്ന് പറയാം, എക്സ് എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം, ഡെറിവേറ്റീവ്. നിങ്ങൾ ആൾറെഡി കേട്ടിട്ടുള്ളതല്ലേ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും, dy ബൈ dx
അല്ലയോ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ dy/dx. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഇവിടെ ഞാൻ പറഞ്ഞല്ലയോ y ആർക്കനുസരിച്ചാണ് മാറുന്നത്, എക്സിനനുസരിച്ചാണ് മാറുന്നത്. സോ y ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് dy/dx എന്ന് എഴുതിയത്. ഓക്കെ, dy/dx എന്ന് എഴുതിയതിൻ്റെ കാരണം എന്താ, എക്സിൻ്റെ ഫംഗ്ഷനാണ്, y ആറുടെ ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇതല്ലാത്ത കേസും ഒക്കെ വരും, നമുക്ക് അതൊക്കെ പഠിക്കാം. പക്ഷേ ജനറലായിട്ട് ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഡെറിവേറ്റീവിനെ നമ്മൾ വേറെ ഏത് രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, Δy/Δx ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, Δy/Δx അല്ലെങ്കിൽ നമ്മൾ y ഡാഷ് എന്ന് വിളിക്കാറുണ്ട്, y ഡാഷ്. ഓക്കെ, dy/dx നമ്മൾ എങ്ങനെയും വിളിക്കാറുണ്ട്, y ഡാഷ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, ഒന്ന് എഴുതിയെടുത്തോളുക. ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. ഡെറിവേറ്റീവ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഒരു എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഒരു കാർ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു 4ാമത്തെ സെക്കൻഡ് ആക്കി എത്തുമ്പോൾ നിങ്ങൾ സ്പീഡോമീറ്ററിലോട്ട് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 40 മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഉണ്ട്. നമുക്കറിയാം മീറ്റർ/സെക്കൻഡിലല്ല km/ഹവറിലാണ് സ്പീഡോമീറ്ററിലൊക്കെ കാണിക്കുന്നതെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുക, ഞാനിത് പറയാൻ എളുപ്പത്തിന് വേണ്ടി പറയുക. നിങ്ങൾ വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ എന്ത് ചെയ്ത് ഒരു 40 മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഉണ്ട്. 5ാമത്തെ സെക്കൻഡ് ഒന്നുകൂടെ സ്പീഡോമീറ്റർ നോക്കിയപ്പോൾ 50 മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഉണ്ട്. 6ാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ എത്ര ഉണ്ട്, 60 മീറ്റർ/സെക്കൻഡ് ഉണ്ട്. സോ ഓരോ സെക്കൻഡിനനുസരിച്ച് അല്ലയോ, സമയം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് എൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് പറയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് എനിക്ക് വിളിക്കാമോ? കാരണം സമയം എനിക്കറിയാം സമയം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ വെലോസിറ്റി എന്താ, ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഈ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലേ, ഒരു സെക്കൻഡ് മാറുന്നതിനനുസരിച്ച് എത്ര വെച്ച് മാറിക്കൊണ്ടിരിക്കുക ഇത്. ഞാൻ 4ാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ 40 മീറ്റർ/സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ 50 മീറ്റർ/സെക്കൻഡ്. സോ ഓരോ സെക്കൻഡ് ഒരു സെക്കൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്യുന്നുണ്ട്, 10 മീറ്റർ/സെക്കൻഡ് വെച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഞാൻ ഇതാണ്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഇവിടെ ഒരു സെക്കൻഡ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി. ഓക്കെ, ചേഞ്ച് ഇൻ എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി. ഈ സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഓരോ സെക്കൻഡ് മാറുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡ് മാറുന്നതിനനുസരിച്ച് നോക്കിയേ, ഓരോ സെക്കൻഡ് മാറുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സെക്കൻഡ് മാറുന്നതിനനുസരിച്ചും വെലോസിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്. 5ാമത്തെ സെക്കൻഡ് 50 ആയിരുന്നു, 6ാമത്തെ സെക്കൻഡ് 60 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു. സോ 10 മീറ്റർ/സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇതെന്തായിരിക്കും, 10 മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 10 മീറ്റർ/സെക്കൻഡ്² എന്ന് എഴുതാം. ഓക്കെ, സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇതാണ്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, dv വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം dv/dt ഈക്വൽ ടു എന്താ, 10 മീറ്റർ/സെക്കൻഡ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്താ ഇത്, ആക്സലറേഷൻ അല്ലയോ ആക്സലറേഷൻ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് ഇതാ, ചേഞ്ച് ഇൻ എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ അനദർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ നമുക്കറിയാം വെലോസിറ്റി എന്തായിരുന്നു, ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരുന്നു, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ക്വാണ്ടിറ്റി ആര്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. സോ വെലോസിറ്റിയുടെ ചേഞ്ചിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ആരുടെ ചേഞ്ചുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, സമയത്തിൻ്റെ ചേഞ്ചുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമുക്കിത് ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് വേണമല്ലോ. മാത്തമാറ്റിക്കലി എന്താണ് ഒരു ഡെറിവേറ്റീവ് നമുക്ക് അറിയണമല്ലോ. നമുക്ക് നോക്കാം മാത്തമാറ്റിക്കലി എന്താണ് ഒരു ഡെറിവേറ്റീവ് എന്ന് നോക്കാം. സോ നോക്കി എന്താ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കിയോ, മാത്തമാറ്റിക്കലി ഡെറിവേറ്റീവ് എന്താ, നിങ്ങളിത് ഡെറിവേറ്റീവ്സിൽ ലിമിറ്റ്സിനകത്തൊക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടുള്ളതാ. അതാന്ന് നോക്കിയാൽ ഞാനിവിടെ ഒരു XY ഗ്രാഫ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. X ആക്സിൽ ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട്, Y ആക്സിൽ ഞാൻ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ Y ആക്സിൽ ഞാൻ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഗ്രാഫാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഓഫ് ടൈം ആക്കി വെച്ചിട്ടുള്ള ഗ്രാഫാണെന്ന് പറയാം. ഓക്കെ, ജനറലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ഇത് Y ഈസ് ഈക്വൽ ടു f(x) തന്നെയാണ്. ഓക്കെ, ഇവിടെ എക്സിന് വരെ എന്ത് വന്നേക്കുന്നു, സമയം വന്നേക്കുന്നു, വൈക്ക് വരെ എന്ത് വന്നേക്കുന്നു, ഡിസ്റ്റൻസ് വന്നേക്കുന്നു. ഓക്കെ, സോ ഞാൻ പറയുക ഇവിടെ നിങ്ങൾ ടൈമും ഡിസ്റ്റൻസും ആയിട്ടൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ ഇതിനെ എക്സും വൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇത് എക്സ് ആക്സ് ആയിരുന്നു വിചാരിക്കുക, ഇതെന്താ വൈ ആക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ താണ്ട ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോവാം. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാം. ഞാൻ കൺസിഡർ ചെയ്ത പോയിന്റ് എന്തുവാ, എക്സ് എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്ത്.
ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു വൈ വാല്യൂ കിട്ടുമല്ലോ. ആ വൈ വാല്യൂവിനെ ഞാൻ എന്ത് വിളിച്ച്, ആ വൈ വാല്യൂവിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ച്. എന്ത് വിളിച്ച്? എഫ് ഓഫ് എക്സ്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആണല്ലോ, വൈയെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ച്. ഇനി ഞാൻ തൊട്ടടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോകാം. തൊട്ടടുത്ത പോയിന്റ് നമ്മൾ നേരത്തെ ഈ ചേഞ്ച് ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് പഠിക്കാനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ ആ കാറിൽ പോകുന്ന എക്സാമ്പിൾ പറഞ്ഞു. കാറിൽ പോകുന്ന എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 1 സെക്കൻഡ്, അത് രണ്ടാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്. സോ അവിടെ നമ്മൾ നോക്കിയ സമയം എത്ര ആയിരുന്നു? 1 സെക്കൻഡ് നോക്കി. അടുത്ത പിന്നെ നമ്മൾ നോക്കിയത് രണ്ടാമത്തെ സെക്കൻഡിലാണ് അല്ലയോ. പിന്നെ നമ്മൾ നോക്കിയത് മൂന്നാമത്തെ സെക്കൻഡിലാണ്. സോ ആ ടൈമിൻ്റെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് വെച്ച് നമ്മൾ ടൈമിൻ്റെ ഇൻ്റർവെൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണേ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ഓരോ സെക്കൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്തുമാത്രം ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തത് അവിടെ നോക്കിയത്. പക്ഷേ മാത്തമാറ്റിക്കലി നമ്മൾ ഡെറിവേറ്റീവ്സിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 സെക്കൻഡ് കഴിഞ്ഞ് തൊട്ടടുത്തത് രണ്ടാമത്തെ സെക്കൻഡ് ഒന്നും നോക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. തൊട്ടടുത്ത് കൺസിഡർ ചെയ്യേണ്ട എന്താ? എക്സിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിൻ്റെ കാര്യം പറയുന്നത് 1 സെക്കൻഡ് കഴിഞ്ഞാൽ 1 സെക്കൻഡ് തൊട്ടടുത്ത് കിടക്കുന്ന ആരാ? 1.1 സെക്കൻഡ് അല്ല, 1.1 സെക്കൻഡിന് മുമ്പേ ആൾക്കാരുണ്ട്. 1.01 സെക്കൻഡ് ഇല്ലയോ, അല്ലെങ്കിൽ 1.001 സെക്കൻഡ് ഇല്ലയോ. സോ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത പോയിന്റ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. നമ്മൾ തൊട്ടടുത്ത പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താ? എക്സിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റ്. ഓക്കെ, സോ ഞാൻ എക്സിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോകും. പക്ഷേ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി ദൂരോട്ട് മാറ്റി വരയ്ക്കണം. ഞാൻ താണ്ടൊന്ന് ദൂരോട്ട് മാറ്റി വരയ്ക്കുക. ഞാൻ ഈ പോയിന്റ് എച്ച് പ്ലസ് എച്ച് ആണ്. എക്സിൻ്റെ കൂടെ എന്തും കൂടെ കൂടി ഒരു എച്ചും കൂടെ കൂടി, എക്സിൻ്റെ കൂടെ എന്തും കൂടെ കൂടി ഒരു എച്ച് കൂടെ കൂടി. ഈ എച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞെച്ച തൊട്ടടുത്ത പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ഈ എച്ച് പ്ലസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വേറൊരു വൈ വാല്യൂ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു എന്താ? എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് എച്ച് പ്ലസ് എച്ച് എന്ന് കിട്ടും. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ളതാ, നേരത്തെ മുന്നേ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാ. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതാം ഇക്വേഷൻ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതാ നോക്കിയേ, ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ് അല്ലയോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എ ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. ഇതിനായിരുന്നല്ലോ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? dy ബൈ dx, ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. കണ്ടോ, ഇവിടെ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈക്ക് എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. എക്സ് ഇതായിരുന്നപ്പോൾ വൈ ഇതായിരുന്നു, എക്സ് ഇതായപ്പോൾ വൈയും ചേഞ്ച് ചെയ്ത് ദാണ്ട ഇതായി. ഓക്കെ, സോ എക്സിനനുസരിച്ച് ആര് ചേഞ്ച് ചെയ്ത്? വൈ ചേഞ്ച് ചെയ്ത്. അത് എത്രത്തോളം ഉണ്ട്, ആ ചേഞ്ച് എത്രത്തോളം ആണെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാകാം? കണ്ടുപിടിക്കണം. സോ നോക്കാം നമുക്ക് എത്രത്തോളം ആ ചേഞ്ച് ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എത്രത്തോളം ആ റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. സോ dy ബൈ dx ഈസ് ഈക്വൽ ടു എന്ത് പറയാം? സോറി, ഫിഗർ മാറിപ്പോയി അല്ലേ. ഓക്കെ, സോ dy ബൈ dx നമുക്ക് എന്ത് പറയാം? നോക്കിയേ, ചേഞ്ച് ഇൻ വൈ എത്ര? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇതല്ലേ ചേഞ്ച്. ഈ ചേഞ്ച് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നിന്ന് എഫ് ഓഫ് എക്സ് കുറച്ചാൽ മതി ഇല്ലേ. അപ്പോൾ ഈ ഇത്ര ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ. സോ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. എക്സ് എത്രത്തോളം ചേഞ്ച് ചെയ്ത്? എച്ച് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് അല്ലേ. എക്സിൻ്റെ ചേഞ്ച് എത്ര? എച്ച്. ഇനി ഞാൻ പറഞ്ഞു കൊടുക്കണം, ഇത് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ, ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് പറയണം? എക്സിൻ്റെ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം? തൊട്ടടുത്ത പോയിന്റ് ആയിരിക്കണം അല്ലേ. ആ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത്രത്തോളം എന്തായിരിക്കണം? ചെറുതായിരിക്കണം. നമ്മൾ പറയും എന്താ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, സോ ഈ സാധനമാണ് എന്തോന്ന്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ ഏറ്റവും തൊട്ടടുത്തുള്ളൊരു പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ നോക്കിയേ, ഈ പോയിന്റ്, ഈ ഒരു ചരിവ്, ഈ സാധനത്തിൻ്റെ ഫിസിക്കലല്ല, ഈ സാധനത്തിൻ്റെ ജിയോമെട്രിക്കലി ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. dy ബൈ dx എന്ന് പറയുന്ന സാധനം ജിയോമെട്രിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നോക്കാം. ആ നോക്കിയേ, ഇവിടെ എനിക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൂടെ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൂടെ? ഈ സാധനം എന്താ? ഈ സാധനം എന്താ? ഇത് ചേഞ്ച് ഇൻ വൈ അല്ലയോ, dy അല്ലയോ. ഈ സാധനം എന്താ? എച്ച്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എക്സ്. നമുക്ക് എന്ത് വിളിക്കാം? dx എന്ന് വിളിച്ചുകൂടെ ഈ ഡിസ്റ്റൻസിനെ? ഓക്കെ ആണോ? ഓക്കെ, സോ dy ബൈ dx, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? dy ബൈ dx അല്ലേ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy ബൈ dx. സോ dy ബൈ dx എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലയോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ അല്ലയോ അത്?
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അത് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, സോ ടാൻ തീറ്റ ആണെന്ന് തോന്നുന്നു dy/dx. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ടാൻ തീറ്റ നമുക്ക് ആരെ തരും? ഈ ടാൻ തീറ്റ നമുക്ക് ആരെ തരും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സ്ലോപ്പ് തന്നെയാണ്. ഓക്കെ, ചരിവാണ്. ഓക്കെ, എം എന്നും സൂചിപ്പിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ജിയോമെട്രിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് ടാൻ തീറ്റ തന്നെ അല്ലേ. തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. സോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സ്ലോപ്പ് എന്നും വിളിക്കാം. ഓക്കെ, ചരിവെന്ന് തന്നെ അല്ലേ. എക്സിന് ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചുള്ള വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ലോപ്പ് അല്ലേ നമുക്ക് കിട്ടുന്നത്. എക്സ് ഇത്രത്തോളം ചേഞ്ച് ചെയ്ത് അതിനനുസരിച്ച് വൈ എത്രത്തോളം ചേഞ്ച് ചെയ്ത് ആ ചരിവല്ലേ നമുക്ക് കിട്ടുന്നത്. അതാ നോക്കിയാൽ ഞാൻ വേറൊരു ഗ്രാഫ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതാ നോക്കിയേ, അതാണ്ട് ഇങ്ങനെ ഒരു ഗ്രാഫായിരുന്നു വിചാരിക്കുക. അതാണ്ട് ഈ പോയിന്റ് നോക്കുമ്പോൾ എക്സ് ഇത്രയും ചേഞ്ച് ചെയ്തപ്പം വൈ ഇത്രയും ചേഞ്ച് ചെയ്ത് ഇല്ലയോ. അപ്പോൾ ഇത്രയും ഒരു സ്ലോപ്പ് ഉണ്ടായി, ഒരു ചരിവുണ്ടായി. പക്ഷേ ഈ പോയിന്റ് നോക്കിയേ ഇതേപോലെ എക്സ് ചേഞ്ച് ചെയ്തപ്പോൾ വൈക്കുണ്ടായ ചേഞ്ച് എന്താ? കുറച്ചുകൂടെ ചരിവ് കുറച്ചുകൂടെ കൂടുതലല്ലേ, കുറച്ചുകൂടെ സ്ലോപ്പ് എന്ത് ചെയ്ത് കൂടുതലല്ലയോ. സോ ഈ രീതിയിൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ? ആ ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷനോടെ മനസ്സിലാക്കി വെച്ചേക്കുക എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ജിയോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനോടെ മനസ്സിലാക്കി വെച്ചേക്കുക dy/dx എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ് അല്ലേ. അല്ലെങ്കിൽ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ തീറ്റ വെച്ചും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറിയ തൊട്ട് അടുത്തുള്ളൊരു പോയിന്റ് അല്ലേ. എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എക്സിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ്. എച്ച് വളരെ ചെറുതാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു സിംഗിൾ പോയിന്റിൽ കൂടുള്ള ഒരു ടാൻജൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സിംഗിൾ പോയിന്റിൽ കൂടുള്ള ഒരു ടാൻജൻ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടുള്ള ഒരു ടാൻജൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? നമുക്കതിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കതിനെ അല്ലെങ്കിൽ ഗ്രാഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജിയോമെട്രിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ ടച്ച് ചെയ്യുന്ന പോകുന്നത് എന്താണ്? ടാൻജൻ്റ് അല്ലേ, ഒരു ടാൻജൻ്റ്. ഓക്കെ, സോ ഡെറിവേറ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ കഥ എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാം? ഇനി പഠിച്ച് പോവാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ കൺസിഡർ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ലെറ്റ്സ് ഡിസ്റ്റൻസ് അറ്റ് എനി ടൈം ടി ഈസ് ഗിവൺ ബൈ എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4t² - 6t + 5. ഓക്കെ, എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിലാണ്. ടൈം എന്താണെന്ന് തന്നിരിക്കുന്നത്? ടി എന്ന് പറഞ്ഞാൽ ടൈമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടൈം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കാതെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. കാൽക്കുലേറ്റ് പാർട്ടിക്കിൾ ആക്സലറേഷൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എന്താ നോക്കിയേ, എ പാർട്ട് നോക്കിയേ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് അറ്റ് എനി ടൈം ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് തന്നേക്കുന്നത് അല്ലയോ. ഡിസ്പ്ലേസ്മെന്റിനെ ഇവിടെ എങ്ങനെ തന്നേക്കുന്നത്? ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ്, സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ആരെ തന്നേക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റിനെ തന്നേക്കുന്നത്. എങ്ങനെ തന്നേക്കുന്നത്? എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, എങ്ങനെ നമുക്ക് തന്നേക്കുന്നത്? എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4t² - 6t + 5. ഇങ്ങനല്ലേ തന്നേക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ ഫംഗ്ഷൻ്റെ, ഓക്കെ, എസ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിത്ത് റെസ്പെക്ട് പ്രത്യേകിച്ച് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഇത് എന്തിനകത്തുള്ള ഫംഗ്ഷനാ? ടൈമിനകത്തുള്ള ഫംഗ്ഷൻ അല്ലയോ. വിത്ത് റെസ്പെക്ട് ടൈമിലായിരിക്കത്തില്ലോ അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വിത്ത് റെസ്പെക്ട് ടു ടൈമില്ല. കാരണം എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈമില്ല. ഈ ഫംഗ്ഷൻ എങ്ങനെ തന്നിരിക്കുന്നത്? ഫംഗ്ഷൻ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് എന്താ? ചേഞ്ച് ഇൻ ടൈം. ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ds/dt കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ ഈ ഡെറിവേറ്റ് ചെയ്യാം? d/dt ഓഫ് ഡെറിവേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്? 4t² - 6t + 5. ഓക്കെ, ഡെറിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഈ പ്ലസും മൈനസും ഒക്കെ ഇട്ട് കിടക്കുന്നത് എന്താ? എല്ലാം ഡിഫറൻറ്റ് ടേംസാണ്. നമുക്ക് ഓരോ ടേമിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4t² ഡെറിവേറ്റ് ചെയ്യാം. സോ ഇതൊരു കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. നമുക്ക് ഇതാണ്ട് ഇങ്ങനെ എഴുതാം.
ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് അല്ലെങ്കിൽ യു മൈനസ് വി എന്ന് വരിക. അപ്പോൾ രണ്ട് ടേംസ് കിടക്കുക ഡെറിവേറ്റ് ചെയ്യാനായിട്ട് യു പ്ലസ് വി. ഇവിടെ നമുക്ക് ഒരു 3 ടേം കിടപ്പുണ്ട് അല്ലേ, 4t² 65 3 ടേം കിടപ്പുണ്ട്. സോ ഇങ്ങനെ 2 ടേമിനെയൊക്കെ ഡെറിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ 3 ടേമിനെയൊക്കെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോന്നിനായിട്ട് ഓരോ ടേമിനെ സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് വി എന്ത് ചെയ്യാം, ആദ്യമേ യുവിനെ ഡെറിവേറ്റ് ചെയ്യുക പ്ലസ് രണ്ടാമത് എന്ത് ചെയ്യുക, വിയെ ഡെറിവേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് 4t² ഡെറിവേറ്റ് ചെയ്തോ. 4t² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 4നെ ഞാൻ ആദ്യമേ ഇങ്ങനെ വെളിയിലെടുക്കും. കാരണം എന്താ, കോൺസ്റ്റൻ്റാണ്. നിങ്ങൾ ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലയോ, കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പുറത്തെടുക്കാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരുന്നു വിചാരിക്കുക, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരുന്നു വിചാരിക്കുക. കെ എന്ന് എനിക്കിങ്ങനെ വെളിയിൽ എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഡെറിവേറ്റ് ചെയ്യുക എഫ് ഓഫ് എക്സിനെ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തുകൂടെ, ചെയ്യാം. ഓക്കെ, സോ കോൺസ്റ്റൻ്റ് വെളിയിൽ എഴുതാം, 4 വെളിയിൽ എഴുതി t² ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, t² ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് റൈസ് ടു n ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n. എക്സ് റൈസ് ടു n ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, n വെളിയിൽ എഴുതാം ഇൻറ്റു എക്സ് റൈസ് ടു n-1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ t² ഡെറിവേറ്റ് ചെയ്യണം. t² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2 ഇങ്ങനെ താഴെ എഴുതാം ഇൻറ്റു t റൈസ് ടു 2-1, അതായത് t റൈസ് ടു 1. സിംപ്ലി എന്ത് ചെയ്യാം, t എന്ന് എഴുതാം. മൈനസ് അടുത്ത ആരെ ചെയ്യാം, 60 ചെയ്യാം. കോൺസ്റ്റൻറ്റ് 6 വെളിയിലെടുത്തു, ടിയെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1. അടുത്തത് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റ് ചെയ്താൽ 0 കിട്ടും. ഓക്കെ, സോ അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും, കെ എന്ന് കൊടുക്കാം. കോൺസ്റ്റൻറ്റിനെ മാത്രം ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി, 8t -6 എന്ന് കിട്ടി. ഓക്കെ, 8t -6 എന്ന് കിട്ടി. ഈ ചേഞ്ച് ഇൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം നമുക്കറിയാം. അത് എന്താ ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റി അല്ലയോ, വെലോസിറ്റി. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താ, 8t -6. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് ചെയ്തപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റിയുടെ ഇക്വേഷൻ. നമുക്കറിയാം ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റിയാണ്. ഓക്കെ, സോ വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റിയുടെ ഇത് എന്തിലായിരിക്കും കിട്ടുന്നത്, യൂണിറ്റ് എന്തിലായിരിക്കും നമുക്കറിയാം. ഇത് ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയം സെക്കൻഡിലാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ. സോ എന്ത് കിട്ടും നമുക്ക്, m/s എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി കിട്ടി. ഇനി ഇത് എപ്പോഴത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, വെലോസിറ്റി അറ്റ് t = എത്ര പറഞ്ഞേക്കുന്നത്, 3 സെക്കൻഡ്. t = 3 സെക്കൻഡാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, 8 ഇൻറ്റു സമയത്തിന് ഓരോ എന്ത് കൊടുക്കുക, 3 കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, 24 - 6 എന്ന് കിട്ടും അല്ലയോ. സോ 18 എന്ന് കിട്ടും. സോ 18 m/s. ഓക്കെ, മൂന്നാമത്തെ സെക്കൻഡ് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, 18 m/s ആയിരിക്കും. ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് അതിൻ്റെ എ പാർട്ട് കഴിഞ്ഞ് അതിൻ്റെ ബി പാർട്ട് നോക്കാം. ബി പാർട്ട് എന്താ ചെയ്യാം, നമുക്ക് തന്നേക്കുന്നതെന്ന് നോക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചോദിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. വെലോസിറ്റി എന്താ, 8t -6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച്. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് എന്താ, 8t -6 ആണെന്ന് കണ്ടുപിടിച്ച്. ഓക്കെ, ടൈമിനെ വിത്ത് റെസ്പെക്ട് ടൈമിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലായി. കാരണം നോക്കേ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ കിട്ടിയപ്പോൾ എന്താ, 8t -6 ആണ്. ടൈമിനകത്തുള്ളൊരു ഫംഗ്ഷൻ അല്ലയോ അത്, ടൈമിനനുസരിച്ച് t = 1, 2, 3 ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് മാറുന്നൊരു ഫംഗ്ഷനാണ് ഇതല്ലയോ. സോ വെലോസിറ്റി ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും പറയാം. വെലോസിറ്റി എന്താണെന്ന് പറയാം, ഫംഗ്ഷൻ ഓഫ് ടൈം ആണെന്ന് പറയാം. ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താ, 8t -6 എന്ന് കിട്ടുകയും ചെയ്തു. ഇനി നമ്മുടെ എന്താ ബി പാർട്ട് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. വിത്ത് റെസ്പെക്ട് ടു എവിടെ, വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എന്താ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്, dv/dt ഇല്ലയോ, dv/dt അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. dv/dt എടുത്താൽ എന്ത് കിട്ടും, താണ്ട ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 8 കിട്ടും, 6നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, 8 കിട്ടും. dv/dt, v എന്ന് പറഞ്ഞാൽ m/s ആയിരുന്നു ഇല്ലയോ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ m/s ആയിരുന്നു, പെർ സെക്കൻഡ്. dv വിത്ത് റെസ്പെക്ട് ടു dt അല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കൂടെ വരും, നമുക്ക് എന്ത് കിട്ടും, 8 m/s² എന്ന് കിട്ടും. ഓക്കെ, 8 m/s². ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലയോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇത്, ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എവിടുത്തെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടൈം നമ്മൾ കണ്ടുപിടിച്ച എത്ര, 8 m/s² കണ്ടുപിടിച്ചു. ഇത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണോ, ആക്സിലറേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ. നമ്മുടെ ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ,
ചെയ്യുന്നില്ല അല്ലേ? കാരണം ഈ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും ടൈം വന്നിട്ടുണ്ടോ? ആക്സലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയത്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടിയത് അല്ലയോ? നമുക്ക് അന്നേരം മനസ്സിലായി ആക്സലറേഷൻ എന്താ ഇവിടെ? ആക്സലറേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലയോ? വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ആക്സലറേഷൻ മാറുന്നുണ്ടോ? മാറുന്നില്ല. കാരണം സമയത്തിനനുസരിച്ച് ആക്സലറേഷൻ മാറുന്നില്ല. ആക്സലറേഷൻ എപ്പോഴും എത്ര? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ ആണോ? സോ കാൽക്കുലേറ്റ് പാർട്ടിക്കൽ ആക്സലറേഷൻ T = 2 എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടുന്നത്? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. T = 3 സെക്കൻഡിൽ നോക്കിയാൽ എത്ര തന്നെ? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഏത് സമയത്ത് നോക്കിയാലും ആക്സലറേഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ആക്സലറേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഏതാ നോക്കി ആക്സലറേഷൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? താണ്ടേ ആക്സലറേഷൻ y ആക്സിൽ ഞാൻ ആക്സലറേഷൻ വരച്ചു, x ആക്സിൽ ഞാൻ സമയം വരച്ചു. നമുക്കറിയാം ഇക്വേഷനകത്ത് ടൈമൊന്നുമില്ല, അതുകൊണ്ട് സമയത്തിനനുസരിച്ച് മാറത്തില്ല. സമയം എങ്ങനെയോ പൊക്കോട്ടെ, സമയം എത്ര ആയാലും ആക്സലറേഷൻ എപ്പോഴും എന്തായിരിക്കും? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ഞാൻ ഇവിടെ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതാ നോക്കിയേ, നമുക്കറിയാം dA/dt ഞാൻ കണ്ടുപിടിക്കാൻ ചോദിക്കുക. നിങ്ങളുടെ ഞാൻ ചോദിക്കുക dA/dt എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? ആക്സലറേഷൻ, ചേഞ്ച് ഇൻ ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് ആക്സലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ dA/dt എന്താ? 0 ഇല്ലയോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയാൽ dA/dt എന്തായിരിക്കും? ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഇനി ഇത് പറഞ്ഞതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. അതാ നോക്കിയേ, dA/dt ഇവിടെ 0 ആണ്. അതായത് നമ്മൾ ജിയോമെട്രിക്കലി അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് പറയാമായിരുന്നു ഇതെന്തായിരുന്നു എന്ന് പറയാമായിരുന്നു, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലയോ? അല്ലെങ്കിൽ ടാൻ തീറ്റ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലയോ? എന്തായിരുന്നു എന്ന് പറഞ്ഞ്? ടാൻ തീറ്റ ആയിരുന്നു പറഞ്ഞു. അതായത് ഒരു ഫംഗ്ഷൻ്റെ സ്ലോപ്പ് 0 ആണെന്ന് പറയുക. ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷൻ്റെ ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയി. ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഏതൊരു പോയിന്റ് ഞാൻ അതിൻ്റെ സ്ലോപ്പ് എടുത്താലും, സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലയോ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dA/dt അല്ലയോ? ഒരു ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അല്ലെങ്കിൽ സ്ലോപ്പ് എന്ത് കിട്ടും? 0 കിട്ടും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. തീറ്റ എന്തായിരിക്കും ഇവിടെ? തീറ്റ 0 ആയിരിക്കും. ഓക്കെ. സോ തീറ്റ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, തീറ്റ നമ്മൾ എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? തീറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ ഡെറിവേറ്റീവ് 0 ആണ്, അതിനനുസരിച്ച് അതിനർത്ഥം സ്ലോപ്പ് 0 ആണ്, അല്ലെങ്കിൽ ടാൻ തീറ്റ 0 ആണ്. ഓക്കെ. സ്ലോപ്പിനെ നമ്മൾ എങ്ങനെയും വിളിക്കും? എം എന്നും വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഓക്കെ, ഫംഗ്ഷൻ്റെ സ്ലോപ്പ് അല്ല, സോറി, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ സോ എ എന്ന് പറയുന്നത് ഈ പോയിന്റ് എന്താ? അല്ലെങ്കിൽ ഏത് പോയിന്റ് എടുത്താലും എ എന്താ? ഇവിടെ കോൺസ്റ്റൻ്റാണ്. സോ dA/dt എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ലോപ്പ് 0 ആണെന്നാ, ചരിവില്ല, സ്ലോപ്പ് 0 ആണെന്നാ. ഓക്കെ. സോ അതിൻ്റെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ജിയോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്കത് ഇനി ഉപയോഗം വരും. ഈ സ്ലോപ്പ് പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും സ്ലോപ്പ് 0 ആവുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് ഉപയോഗം വരും. സോ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക, സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വൈ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഡെൽറ്റ വൈ അതെന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ വൈ ഇല്ല അല്ലേ? ഇവിടുത്തെ ഡെൽറ്റ എ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ വൈ ആക്സിസ് വന്നിരിക്കുന്ന ആക്സലറേഷൻ. സോ ഡെൽറ്റ എ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഇല്ല. ഓക്കെ. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ബാക്കി കൂടുതൽ കോൺസെപ്റ്റും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് പഠിച്ചു പോവാം. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചേക്കുന്നത്? നോക്കിയേ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇമാജിൻ യു പുട്ട് എ സ്റ്റോൺ ഇൻ എ ക്വയറ്റ് വാട്ടർ, ദെൻ വി ക്യാൻ സീ വേവ്സ് ഓൺ ദ വാട്ടർ. ഇറ്റ് സീംസ് ലൈക്ക് വേവ്സ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. ലെറ്റ്സ് സേ റേഡിയസ് ഓഫ് ദ വേവ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് 5 cm/s. ഓക്കെ. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാ, നമ്മളൊരു കുളത്തിലൊരു കല്ലിടുക എന്ന് വിചാരിക്കുക. കല്ലിടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? ഒരു വേവ്സ് ഉണ്ടാകുന്നതാണ് അല്ലയോ? ആ വേവ്സ് ഇങ്ങനെ എന്ത് ചെയ്യാം? കൂടി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ വേവ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വേവ്സ് ഇങ്ങനെ കൂടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലായി. ഇനി ഈ വേവ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതാണ്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവില്ലേ? ഇതിൻ്റെ റേഡിയസ് എന്ത് ചെയ്യുമോ? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ അല്ലയോ? റേഡിയസ് എന്ത് ചെയ്യുക? ആ വേവിൻ്റെ റേഡിയസ് എന്ത് ചെയ്യുമോ? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വേവ് ഒരു സർക്കുലർ ഷേപ്പില്ല, സർക്കിളിൻ്റെ റേഡിയസ് എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുക. നമ്മളത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുന്നത് എങ്ങനെയാണ്?
5 cm/s വെച്ചിട്ടാണ് കൂടുന്നത് അല്ലയോ. ആ റേഡിയസ് ഇങ്ങനെ കൂടുന്നത് എത്ര cm/s വെച്ചിട്ടാ? 5 cm/s വെച്ചിട്ടാ റേഡിയസ് എന്ത് ചെയ്യുന്നത്? കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ ചേഞ്ച് ഇൻ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തന്നേക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്ന സാധനം ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. സോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലയോ. ചേഞ്ച് ഇൻ റേഡിയസ് dr ഡിവൈഡഡ് ബൈ dt അല്ലേ തന്നേക്കുന്നത്. തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 5 cm/s. ഓക്കെ, ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം. ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ തന്നേക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുന്നതിനകത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഫേസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, dr/dt തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഓക്കെ, ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെൻ r = 5. ഓക്കെ, അതേപോലെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏരിയ ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് dA ഡിവൈഡഡ് ബൈ dr നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമും നമ്മുടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കാം, നമുക്ക് രണ്ടും കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ എന്താണെന്ന് അറിയണം. സോ ഒരു സർക്കിളിൻ്റെ ഏരിയ എന്താ? ഏരിയയുടെ ഇക്വേഷൻ എന്താ? നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമും കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുവാ? ഏരിയയുടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. നമുക്കിവിടെ നേരെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ? ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈമിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ രണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എനിവേ ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലയോ? നമ്മുടെ ഫംഗ്ഷൻ ഏരിയ എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഏരിയ ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. സർക്കിൾ ഇങ്ങനെ വലുതായി വരുമ്പോൾ ഏരിയ ചേഞ്ച് ചെയ്യുമല്ലോ, സ്വാഭാവികമായിട്ടും ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ ഒരു ഇക്വേഷൻ വേണ്ടേ? വേണം. സോ ഏരിയ = നമുക്ക് എന്ത് പറയാം? ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താ? πr². ഏരിയയുടെ ഇക്വേഷൻ, ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr². അറിഞ്ഞൂടാത്തവർ എഴുതി വെച്ചേക്കുക. സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr². ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഫംഗ്ഷൻ ഓഫ് റേഡിയസ് ആണെന്ന് മനസ്സിലാക്കാം. കണ്ടോ? റേഡിയസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലയോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആദ്യം ചോദിച്ചേക്കുന്നത് തന്നെ നമുക്ക് പറയാം dA/dr നമുക്ക് കണ്ടുപിടിക്കണം. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? dA/dr ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. dA/dr π കോൺസ്റ്റൻറ്റ് അതേപോലെ എഴുതി. r² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 2r എന്ന് കിട്ടും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ dA/dr എന്താ? 2πr എന്ന് കിട്ടി. ഇനി നമുക്ക് എപ്പോഴത്തെ dA/dr കണ്ടുപിടിക്കേണ്ടത്? dA/dr അറ്റ് r = എപ്പോഴത്തെ കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടല്ലേ? r = 5 cm വിച്ച് ഈസ് എന്ത് കൊടുത്താൽ മതി? r എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. ഓക്കെ, സോ 5 കൊടുക്കുമ്പോൾ 10π എന്ന് കിട്ടും. 5 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 10π എന്ന് കിട്ടും. ഓക്കെ, dA/dr കഴിഞ്ഞ് എളുപ്പമായിരുന്നു, ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ അതാണ്ട് ഇനി നമ്മുടെ ചോദിച്ചിട്ടുണ്ട് എന്താ? dA/dt കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം സമയത്തിനനുസരിച്ച് ഏരിയ ചേഞ്ച് ചെയ്യുമോ? ഉറപ്പായിട്ട് ചേഞ്ച് ചെയ്യും. കാരണം സമയത്തിനനുസരിച്ച് ആര് മാറുന്നുണ്ട്? റേഡിയസ് മാറുന്നുണ്ട്. അങ്ങനെ സമയത്തിനനുസരിച്ച് റേഡിയസ് മാറിക്കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് റേഡിയസ് മാറുന്നതിനനുസരിച്ച് ആര് മാറും? ഏരിയ മാറും. അതെനിക്കറിയാം. സോ സമയത്തിനനുസരിച്ച് റേഡിയസ് മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സമയത്തിനനുസരിച്ച് ആരും മാറും? ഏരിയ മാറത്തില്ലയോ? മാറും, ഉറപ്പായിട്ടും മാറും. സോ dA വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? dA/dt. നമ്മുടെ ഈ ഏരിയ ഇവിടെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷൻ അനുസരിച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എന്താ? റേഡിയസാണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് ടൈമിൽ നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ താണ്ട് സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം താണ്ട് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഏരിയ നമുക്ക് ചെയ്യാനുള്ളത് ആരാ? ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇക്വേഷൻ റേഡിയസിലാണ് കിടക്കുന്നത്. റേഡിയസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതങ്ങ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? dA/dt ആയിരുന്നല്ലോ നമുക്ക് വേണ്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് റേഡിയസിൻ്റെ അതിൽ കിടന്നതല്ലയോ? സോ ഇൻറ്റു ഒരു dr/dt കൂടെ ചെയ്യുക. ഇൻറ്റു എന്ത് ചെയ്യുക? ഒരു dr/dt കൂടെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്. ഓക്കെ, ഇത് അതേപോലെ പഠിച്ചു വെച്ചേക്കുക. എന്താ? dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് dt വിത്ത് റെസ്പെക്ട് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാം നമുക്ക് വിത്ത് റെസ്പെക്ട് റേഡിയസിലേ ചെയ്യാൻ പറ്റും. കാരണം ഏരിയ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇക്വേഷൻ എന്താ? ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് റേഡിയസിലാണ് അല്ലേ? ഫംഗ്ഷൻ ഓഫ് റേഡിയസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏരിയ എഴുതി വെച്ചേക്കുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിത്ത് റെസ്പെക്ട് റേഡിയസിലേ ഉള്ളൂ. അതങ്ങ് ചെയ്യുക. ഓക്കെ, dA/dr അതങ്ങ് ചെയ്യുക. ഇൻറ്റു എന്ത് ചെയ്യുക? ഏരിയ ഇവിടെ ആർക്കനുസരിച്ചാണ് മാറുന്നത്?
റേഡിയസിനനുസരിച്ചല്ലേ മാറുന്നത്, ഇൻറ്റു അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു dr/dt കൂടെ ചെയ്യുക. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ dr കൂടെ ക്യാൻസൽ ചെയ്ത് da/dt എന്ന് തന്നെ വരത്തില്ലയോ, വരും. ഓക്കെ, സോ ശരിക്കും അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അത് ഓർത്തിരിക്കുക എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ജനറലായിട്ട് നമ്മളിവിടെ ഒരു കോൺസെപ്റ്റ് പഠിച്ച് ആ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക. ഇതാണ്ട് നോക്കിയേ, du/dx അങ്ങനെ ആണെന്ന് വിചാരിക്കുക, du/dx ആയിരുന്നു വിചാരിക്കുക കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, du/dt ആയിക്കോട്ടെ, du/dt ആയിക്കോട്ടെ, dt ആയിക്കോട്ടെ, du/dt ആയിരുന്നു വിചാരിക്കുക. u എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരുന്നു വിചാരിക്കുക. u എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ u = x² + 1 ഇങ്ങനെ കാണുമായിരുന്നു വിചാരിക്കുക. u എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യുക, ആദ്യമേ വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, കാരണം u എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് കിടക്കുന്ന ഒരാളാണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അങ്ങ് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, ഈ അകത്ത് കിടക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുക. ഓക്കെ ആണോ? സോ du/dt എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് വെച്ച് ആദ്യം ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, ആ dx/dt ചെയ്യുക, ആ വേരിയബിളിനെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡെറിവേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു കോൺസെപ്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു ചെയ്യുക. സിമ്പിൾ കോൺസെപ്റ്റ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് അല്ലേ? ഓക്കെ, സോ നമുക്കിവിടെ ചെയ്ത് നോക്കാം. da/dt നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, da/dt കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ് ഈക്വൽ ടു da/dr നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലയോ. da/dr എന്താ, 2πr എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2πr ഇൻറ്റു എന്തായിരുന്നു ചെയ്യേണ്ടത്, dr/dt നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലയോ. നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നത് ചേഞ്ച് ഇൻ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. dr/dt എത്ര വന്നിരിക്കുന്നത്, 5 cm/s. സോ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 5 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 10πr. ഓക്കെ, എന്ത് കിട്ടും, 10πr എന്ന് കിട്ടും. ഓക്കെ, സോ അറ്റ് r ഈസ് ഈക്വൽ ടു ഓക്കെ വിത്ത് റെസ്പെക്ട് ടു ടൈം വെൻ r ഈസ് ഈക്വൽ ടു 10 cm. r എത്രാമത്തതിലാണ് കണ്ടുപിടിക്കേണ്ടത്, r 10 cm ആകുമ്പോൾ ഉള്ളതും കൂടെ കണ്ടുപിടിക്കണം. സോ ഈസിയാണ്. ഇനി എന്ത് ചെയ്യുക, da/dt അറ്റ് r ഈസ് ഈക്വൽ ടു 10. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈമിലുള്ള ചേഞ്ചാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ ആണ്. ഓക്കെ, r ഈസ് ഈക്വൽ ടു 10 ആകുമ്പോൾ എത്ര, 100π. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, cm² അല്ലേ. ഇവിടുത്തെ യൂണിറ്റുകളെല്ലാം നമ്മൾ എടുത്തേക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, cm²/s. ഓക്കെ ആണോ, dt സമയം. ഓക്കെ, സോ 100π cm²/s എന്ന് ആൻസർ കിട്ടി. ഈസി ആയിട്ട് ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായില്ല. നമ്മളിവിടെ പഠിച്ചേക്കുന്ന ഈ ഒരു റൂൾ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പറയും ചെയിൻ റൂൾ എന്ന് പറയും. ഇതിനെ എന്ത് പറയും, നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഈ റൂള്, ചെയിൻ റൂൾ എന്ന് പറയും. ഓക്കെ, സോ അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ചെയിൻ റൂൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലയോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. അങ്ങനെ ഇതാണ്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 cm³/s. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എഴുതുക എന്താ, ഇൻക്രീസിങ് അറ്റ് റേറ്റ് ഓഫ് 8 cm³/s. അതായത് ചേഞ്ച് ഇൻ വോളിയം അല്ലേ തരുന്നത്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നതല്ലേ തന്നേക്കുന്നത്, dv അല്ലേ തന്നേക്കുന്നത്, dv വിത്ത് റെസ്പെക്ട് ആരാ തന്നേക്കുന്നത്, വിത്ത് റെസ്പെക്ട് സെക്കൻഡ് അല്ലേ, 8 cm³/s. ഓരോ സെക്കൻഡിൽ 8 cm³ വെച്ച് മാറി മാറി പോകുന്ന പറയുന്നത്. സോ dv വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് തന്നേക്കുന്നത് ഇല്ലയോ, dv/dt തന്നേക്കുന്നത് എത്ര, 8 cm³/s. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാവുന്ന കാര്യം അന്നേരം എന്ത് ചെയ്യുക, സൈഡിലോട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ, ഓക്കെ, ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് ഈക്വൽ ടു എഡ്ജ് ഈസ് 12 cm. ഓക്കെ, ലെങ്ത്, ഒരു എഡ്ജിൻ്റെ ലെങ്ത് 12 cm ആകുമ്പോൾ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് da/dt ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് ചെയ്യുന്ന ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്, da/dt. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം എന്തായാലും dv/dt നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, dv/dt നമ്മുടെ കയ്യിലുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയത്തിൻ്റെ ഇക്വേഷൻ, വോളിയം ഫംഗ്ഷൻ ഓഫ് ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല, ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് അതൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ചും വോളിയം തന്നിട്ടുണ്ട് ഇല്ലയോ, വോളിയം സമയത്തിനനുസരിച്ച് മാറുന്ന എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആരാ, വോളിയത്തിൻ്റെ അറിയാവുന്ന ഇക്വേഷൻ നോക്കിയത് ഒരു ക്യൂബ് അല്ലയോ, ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ L³ അല്ലയോ. ക്യൂബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നതാണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലയോ, ക്യൂബ് ഇങ്ങനെ ഇരിക്കത്തില്ല, ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ഇതാണെന്ന് തോന്നുന്നു ക്യൂബ്, ഒരു സൈഡ് L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും, L³ നമുക്കറിയാം.
സോ വോളിയം എൽ ക്യൂബാ. എനിക്ക് തന്നിട്ടുണ്ട് ഡി വി ബൈ ഡി ടി തന്നിട്ടുണ്ട്. ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ വിത്ത് റെസ്പെക്ട് എൽ അല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്? വോളിയം ഫംഗ്ഷൻ ഓഫ് എൽ എന്നും പറഞ്ഞല്ലേ കിടക്കുന്നത്. നമുക്കല്ലാതെ സമയത്തിനകത്തുള്ള ഇക്വേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. സോ ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡി വി ബൈ വിത്ത് റെസ്പെക്ട് എൽ ചെയ്യും. കാരണം നമുക്കിവിടെ എൽ അല്ലേ ഉള്ളൂ, ഇക്വേഷനകത്ത് എൽ അല്ലേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് എല്ലിലുള്ള ചേഞ്ച് അല്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇൻറ്റു ഞാൻ എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ഡി എൽ ബൈ ഡി ടി ചെയ്യും. ഓക്കെ. സോ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എനിക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കിയപ്പോൾ എനിക്കറിയാം വോളിയം ഈസിക്കൽ എൽ ക്യൂബാ. സമയത്തിലുള്ള ഇക്വേഷൻ ഒന്നും എനിക്കറിയത്തില്ല. സോ ഡി വി ബൈ ഡി ടി ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയിൻ റൂൾ പഠിച്ചായിരുന്നല്ലോ. ചെയിൻ റൂൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഡി വി ബൈ ഡി ടി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് എല്ലിൽ ആദ്യം ചെയ്യുക. കാരണം ഇക്വേഷൻ കിടക്കുന്നത് എല്ലില്ല. വിത്ത് റെസ്പെക്ട് എല്ലിൽ അങ്ങ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലിനെ വിത്ത് റെസ്പെക്ട് ടി ചെയ്യും. ഓക്കെ, നമ്മൾ ചെയിൻ റൂൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനെ കണ്ടതാണ്. സോ ഡി വി ബൈ ഡി ടി ഡി വി ബൈ ഡി എൽ ഇൻറ്റു ഡി എൽ ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ ആണോ? ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? അതുകൊണ്ട് ഞാൻ ഇത് എഴുതിയതിന് ഒരു ഒറ്റ കാരണം ഉള്ളതാ. നോക്കിയാൽ ഡി വി ബൈ ഡി ടി നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്ര? 8 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡി വി ബൈ ഡി ടി 8 തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഇക്വൽ ഡി വി ബൈ ഡി എല്ലോ. ഡി വി ബൈ ഡി എൽ നമുക്ക് കണ്ടുപിടിക്കാം. വി എൽ ക്യൂബാ. അങ്ങനെ ആണെങ്കിൽ എൽ ക്യൂബിനെ ഡെറിവേറ്റ് ചെയ്തേ ഡി വി ബൈ ഡി എൽ നമുക്ക് എന്ത് കിട്ടും? 3L² എന്ന് കിട്ടും. അല്ലയോ? വോളിയത്തെ വിത്ത് റെസ്പെക്ട് എല്ലിൽ ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 3L² കിട്ടും. ഇൻറ്റു ഡി എൽ ബൈ ഡി ടി കിട്ടും. വിച്ച് ഈസ് ഈക്വൽ എത്ര? 8. ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഡി എൽ ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കാം? ഡി എൽ ബൈ ഡി ടി കണ്ടുപിടിക്കാം. എന്തിനാണ് ഡി എൽ ബൈ ഡി ടി ഞാൻ കണ്ടുപിടിച്ചത്? അതാ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഡി എ ബൈ ഡി ടി അല്ലായിരുന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഡി എ ബൈ ഡി ടി. സോ ഡി എ ബൈ ഡി ടി ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ക്യൂബിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൻ്റെ ഏരിയ എത്ര? L² അല്ലയോ? എൽ ഇൻറ്റു എൽ. ഒരു സൈഡിൻ്റെ ഏരിയ L². അങ്ങനെ എത്ര സൈഡ് ഉണ്ട് ഒരു ക്യൂബിന്? 6 സൈഡുകളില്ലയോ? 6 ഫേസ് ഇല്ലയോ? 1 2 3 4 5 6 സൈഡുകളുണ്ട്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 6L². നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് എന്തുവാ? ഡി എ ബൈ ഡി ടി ആ. വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. വിത്ത് റെസ്പെക്ട് എല്ലിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഫംഗ്ഷൻ കിടക്കുന്നത് എല്ലിലല്ലയോ? എല്ലെന്ന് പറയുന്നതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ചാണ് ഏരിയ കിടക്കുന്നത്. സോ നമുക്ക് ആദ്യമേ അതിനെ വിത്ത് റെസ്പെക്ട് എല്ലിൽ ചെയ്യാം. ഓക്കെ, എല്ലിൽ ചെയ്യാം. ഇൻറ്റു ഇനി എന്ത് ചെയ്യാം? എല്ലിനെ വിത്ത് റെസ്പെക്ട് ടൈമിൽ ചെയ്യാം. ഇങ്ങനല്ലേ നമുക്ക് ഡി എ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ പറ്റൂ. അത്രേ പറ്റത്തുള്ളൂ. സോ വിത്ത് റെസ്പെക്ട് എല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12L ഇൻറ്റു ഡി എൽ ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, 12L ഇൻറ്റു ഡി എൽ ബൈ ഡി ടി എന്ന് കിട്ടും. ഇവിടെ ഡി എ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ ആവശ്യമുണ്ട്? ഡി എൽ ബൈ ഡി ടി ആവശ്യമുണ്ട്. നമ്മുടെ ഈ ആരില്ല? ഡി എൽ ബൈ ഡി ടി ഇല്ല. ആ ഡി എൽ ബൈ ഡി ടിയെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? നമുക്ക് തന്നേക്കുന്ന ഡേറ്റ ഉപയോഗിച്ചത് ഇല്ലയോ? ഡി വി ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവുക? ഡി എൽ ബൈ ഡി ടിയെ കണ്ടുപിടിക്കാൻ പോവുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് ഡി എൽ ബൈ ഡി ടി ഒരു സൈഡിൽ ഇട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8/3L² എന്ന് കിട്ടും. 8 എന്ത് കിട്ടും? 3L² എന്ന് കിട്ടും. ഇനി ഈസിയാ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു നമ്മളല്ലയോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി അറ്റ് എൽ ഈസിക്കൽ ടു എത്രയിലാണ് കണ്ടുപിടിക്കേണ്ടത്? എൽ ഈസിക്കൽ ടു 12 സെൻറ്റിമീറ്റർ. ഓക്കെ, വിച്ച് ഈസിക്കൽ ടു ഈസി ആയി 12 ഇൻറ്റു എല്ലിന് വരെ എന്ത് കൊടുക്കുക? 12 കൊടുക്കുക. എല്ല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര? 12 സെൻറ്റിമീറ്ററിലല്ലയോ? സോ 12 ഇൻറ്റു ഡി എൽ ബൈ ഡി ടി നമ്മൾ കണ്ടുപിടിച്ച് എത്ര? 8/3L². 8/3 ഇൻറ്റു എൽ എത്ര? 12ൻ്റെ സ്ക്വയർ. അതായത് അത് വേണ്ട, 12² എന്ന് തന്നെ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 12 2 വട്ടം ഉണ്ടായിരുന്നു, രണ്ടും കട്ട് ചെയ്ത് പോയി ഇല്ലയോ? സോ 8/3 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 8/3. വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടൈം ഇല്ലേ? അപ്പോൾ യൂണിറ്റ് എന്താ വരും? ഇവിടെ നമ്മൾ എടുത്ത യൂണിറ്റ് എല്ലാം സെൻറ്റിമീറ്ററിലാണ്. സോ ഏരിയയുടെ ചേഞ്ച് cm²/സെക്കൻഡ്. ഓക്കെ, ഡി എ ബൈ ഡി ടി അല്ലയോ? cm²/സെക്കൻഡ് എന്ന ആൻസർ വരും. ഈസി അല്ലയോ? ഓക്കെ, സോ ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഇത് നിങ്ങളുടെ NCERT-യിലെ എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ NCERT എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, എല്ലാ ടൈപ്പ് NCERT-യിലുള്ള എല്ലാ ടൈപ്പ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്യും. സോൾഡ് എക്സാമ്പിൾസ് നമ്മൾ ചെയ്യത്തില്ല, എക്സസൈസ് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം സോൾഡ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ സോൾഡ് എക്സാമ്പിൾസ് തനിയെ ചെയ്ത് നോക്കാം, എന്നിട്ട് സൊല്യൂഷൻ നോക്കാം, ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ NCERT-യിലുള്ള അൺസോൾഡ് ആയിട്ടുള്ള എക്സസൈസുകളെല്ലാം നമ്മളിവിടെ സോൾവ് ചെയ്യും. എല്ലാ ടൈപ്പ് അൺസോൾഡ് എക്സസൈസുകളും സോൾവ് ചെയ്യും.
ഓക്കെ, അതിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യമേ നിങ്ങൾ ജാറിൻ്റെ ഒന്ന് നോക്കിക്കോളുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് സിമ്പിളായിട്ട് ഡെറിവേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ തന്നിട്ടില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു. നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി, ഇല്ലയോ? വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റിക്ക് വോളിയത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഏരിയയുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. സോ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഫംഗ്ഷൻ്റെ ചേഞ്ച് ഒക്കെ കണ്ടുപിടിച്ചത്, ഡെറിവേറ്റീവ് എല്ലാം കണ്ടുപിടിച്ചത്. ഇനി നമ്മളിവിടെ ഈ ക്വസ്റ്റിന് അപ്ലൈ ചെയ്ത വേറൊരു കോൺസെപ്റ്റ് ഏതായിരുന്നു? ചെയിൻ റൂൾ. ഓക്കെ, സോ ചെയിൻ റൂൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ചെയിൻ റൂൾ എന്താണെന്ന് അത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാനും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ നോക്കാം. നമുക്ക് ഇനി ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് അത് നല്ല ക്ലിയർ ആയിട്ട് തറവാകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നില്ല, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് ചോദിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് ചോദിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് DA/DR ആണ് ചോദിക്കുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr സ്ക്വയർ ആണ്. സർക്കിളിൻ്റെ ഏരിയ അല്ലയോ? സർക്കിളല്ലയോ? സർക്കിൾ. സോ πr സ്ക്വയർ ആണ് ഏരിയ. D/DR ഓഫ് πr സ്ക്വയർ ആണ് ചോദിക്കുന്നത്, അല്ലയോ? ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എന്താ? പൈ കോൺസ്റ്റന്റ് വെളിയിലെടുത്തു, 2πr എന്ന് കിട്ടും. DA/DR നമുക്ക് എന്ത് കിട്ടും? 2πr എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? റേഡിയസ് വെൻ r = 3 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ DA/DR at r = 3 കണ്ടുപിടിക്കണം. 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2π × 3 കൊടുത്താൽ മതി. 2π × 3 which is equal എത്ര? 6π എന്ന് കിട്ടും. ഓക്കെ, സോ ഇതുപോലെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റ് 4 സെൻറ്റിമീറ്റർ കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കി, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട്, അല്ലയോ? അതായത് DR/DT തന്നിട്ടുണ്ട്. നമ്മുടെ എത്ര തന്നിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. സോ ഏരിയയുടെ റേറ്റ് DA/DT. Find the rate at which the area of the circle increasing when the radius is 10 centimeter. Okay, so DA/DT നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സിംപ്ലി റേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിളായിട്ട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? റേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെന്ന് വിചാരിക്കുക. വിത്ത് റെസ്പെക്ട് ടു സംതിങ് എൽസ് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യും. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ടൈം DA/DT. മാത്രമല്ല DR/DT ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്, അല്ലയോ? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ പെർ സെക്കൻഡിലുള്ള ചേഞ്ചാണ് നമുക്ക് ആൾറെഡി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെയാണ് നമ്മുടെ എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ DA/DT എന്താ? DA/DT എന്ന് പറഞ്ഞാൽ പൈ കോൺസ്റ്റൻ്റ് ആയിരുന്നു, അതിനെ അതേപോലെ എഴുതി. r² 2r. ആദ്യം എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഏരിയ എന്താ? ഏരിയയുടെ ഇക്വേഷൻ എന്താ നടക്കുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു എന്താ നടക്കുന്നത്? πr². സോ വിത്ത് റെസ്പെക്ട് ടു ആദ്യമേ എന്ത് ചെയ്യുക? റേഡിയസിലങ്ങ് ചെയ്യുക. ഇനി ആ റേഡിയസിന് എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുക. നമ്മുടെ ചെയിൻ റൂൾ, അല്ലയോ? DR/DT വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 2πr ഇൻറ്റു DR/DT നമുക്ക് എത്ര അറിയാം, അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 6πr എന്ന് കിട്ടും. ഓക്കെ, 6πr എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യേണ്ടത്? r = 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60π എന്ന് കിട്ടും, അല്ലയോ? സോ DA/DT at t is equal to 10, റേഡിയസ് r is equal to 10 സെൻറ്റിമീറ്റർ which is equal to എന്താ? 60π എന്ന് കിട്ടും. ഓക്കെ, 6 10 കൊടുത്ത് നോക്കുക, എന്ത് കിട്ടും? 60π എന്ന് കിട്ടും. ഈസി ഇല്ലയോ? ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ? ഈസി ആയിട്ട് സോൾവ് ചെയ്യുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വേരിയബിൾ ക്യൂബിൻ്റെ എഡ്ജിനെ നമുക്ക് ലെങ്ത് അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള എഡ്ജിനെ നമുക്ക് L എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, L കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ L എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് DL/DT തന്നിട്ടുണ്ട്, അല്ലയോ? ചേഞ്ച് ഇൻ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിട്ടുണ്ട്. എത്ര? 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താ നോക്കുന്നത്? ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസിങ്. ഓക്കെ, വോളിയത്തിൻ്റെ ഇൻക്രീസ് ആയി ചെയ്യുന്നത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വോളിയം എന്താ? V = L³ അല്ലയോ? ക്യൂബ് അല്ലയോ? ക്യൂബിൻ്റെ വോളിയം എന്താ? L³. ഒരു സൈഡിൻ്റെ ലെങ്ത് എല്ലാം ആണെങ്കിൽ L³ വോളിയം. അങ്ങനെ ആണെങ്കിൽ dV/dt ആണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? dV/dt നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ വിത്ത് റെസ്പെക്ട് L അങ്ങ് ചെയ്യാം. L ചെയ്യുമ്പോൾ 3
എൽ സ്ക്വയർ കിട്ടും. ഇനി എന്ത് ചെയ്യണം, ആ എല്ലിനെ നമുക്ക് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യണം. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 3L സ്ക്വയർ ഇൻറ്റു dL/dt എത്ര 3, വിച്ച് ഈസ് ഈക്വൽ എത്ര 9L സ്ക്വയർ. നമുക്ക് എത്ര ഇതിലാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് dV/dt അറ്റ് എവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്, L 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അല്ലയോ, ഒരു എഡ്ജ് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ L ഈസ് ഈക്വൽ ടു 10 ആകുമ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എല്ലിന് 10 കൊടുക്കുക, 10 100 കിട്ടും, 100 എന്ന് പറയുമ്പോൾ 900 കിട്ടും അല്ലയോ. സോ 900 എന്തായിരിക്കും, dV/dt വോളിയം ചേഞ്ച് അല്ലയോ. വോളിയത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്ത യൂണിറ്റുകളെല്ലാം എന്താ സെൻറ്റിമീറ്റർ അല്ലയോ, ഇവിടെ എടുത്ത യൂണിറ്റുകൾ എല്ലാം സെൻറ്റിമീറ്റർ. സോ 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ വോളിയം അല്ലേ, സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം വേറെ ഒന്നുമല്ല, ചെയ്യുന്നതെല്ലാം ഇതേപോലെ തന്നെ. ചെറിയൊരു കാര്യം കൂടെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാനുണ്ട്, ഒന്ന് മനസ്സിലാക്കാനുണ്ട്, ഒന്ന് പഠിക്കാനുണ്ട്. അതാ ഇത്രയേ ഉള്ളൂ. നോക്കിയോ, ചോദിച്ചേക്കുന്നത് എന്താ, ദ ലെങ്ത് എഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസിങ്. ഓക്കെ, ഇവിടെ ഒരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നതായിട്ട് തന്നിട്ടുണ്ട്, ഡിക്രീസിങ്. ഇവിടെ ഇതുവരെ നമ്മൾ ചെയ്തെടുത്തെല്ലാം ഇൻക്രീസിങ് ആയിരുന്നു, ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് എന്നും പറഞ്ഞാണ് തന്നിട്ടുള്ളത് അല്ലയോ. ഇവിടെ എന്താ തന്നേക്കുന്നത്, റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസിങ് അറ്റ് റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അതേപോലെ വിഡ്ത്ത് y ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. വെൻ x ഈസ് ഈക്വൽ ടു 8, y ഈസ് ഈക്വൽ ടു 6, ഫൈൻഡ് ദ റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കണ്ടുപിടിക്കണം, അതേപോലെ ഏരിയയുടെ ചേഞ്ചിങ് കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് എ പാർട്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് എ പാർട്ട് ചെയ്യാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, പെരിമീറ്റർ. ഇതെന്താ തന്നേക്കുന്നത്, ഇത് ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്തും കാണും ഒരു വിഡ്ത്തും കാണും. ഓക്കെ, ലെങ്തും കാണും വിഡ്ത്തും കാണും. ഓക്കെ, സോ റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലയോ, L+W+L+W അല്ലെങ്കിൽ എന്താ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത്. ഇതാണെന്തോന്ന് നമ്മുടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ അല്ലയോ. 2 വട്ടം ലെങ്തും വരണം, 2 വട്ടം വിഡ്ത്ത് ആഡ് ചെയ്യണം. സോ 2 ഇൻറ്റു L+W ആണെന്തോന്ന് നമ്മുടെ പെരിമീറ്റർ. സോ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ജോലി എന്താ, ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, സോ പെരിമീറ്ററിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടൈമിലുള്ള ചേഞ്ചാണ് നമുക്ക് വേണ്ടത് അല്ലയോ. വിത്ത് റെസ്പെക്ട് ടു ടൈമിലല്ലയോ ദ പെരിമീറ്റർ, ഫൈൻഡ് ദ റേറ്റ്സ് ഓഫ് ചേഞ്ച്. പെരിമീറ്ററിൻ്റെ ചേഞ്ച് വേണം, അതേപോലെ ഏരിയയുടെ വേണം. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ, dP/dt പെരിമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ്. ആ 2നെ ഞാൻ അതേപോലെ വെളിയിൽ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യാം, d/dt ഓഫ് L+W. നമുക്ക് രണ്ട് ടേം, അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, 2നെയും വെളിയിലെടുത്ത് ആദ്യം ഞാൻ എല്ലിനെ ഡെറിവേറ്റ് ചെയ്ത് എന്ത് കിട്ടും, dL/dt പ്ലസ് രണ്ടാമത് ഞാൻ എന്ത് ചെയ്യണം, ഡബ്ല്യുവിന് dW/dt. ഓക്കെ, ഇതല്ലേ ചെയ്യേണ്ടത് ആണ്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, dL/dt. നോക്കിയേ, ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, എഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഡിക്രീസിങ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, dL/dt നമുക്ക് ശരിക്കും പറഞ്ഞാൽ തന്നിട്ടുണ്ട്, dW/dt നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലയോ. അതുകൊണ്ട് എഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് y എന്ത് ചെയ്യുന്നുണ്ട്, 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ വിഡ്ത്തിൻ്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വിഡ്ത്തും റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ലെങ്തും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇല്ലയോ. എങ്ങനെയൊക്കെയാണ് തന്നേക്കുന്നത്, dL/dt എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, dL/dt ഇതാണ് ഇവിടാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. dL/dt എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റിൽ ഡിക്രീസ് ചെയ്യുക. സോ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും dL/dtക്ക് നമ്മൾ എന്ത് കൊടുക്കണം, നെഗറ്റീവ് സൈൻ കൊടുക്കണം, അതായത് -5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനിൽ നിന്ന് ഈ കോൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കണേ, dL/dt എപ്പോഴും നെഗറ്റീവ് ആവാം, റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് ആവാം. റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ താണ്ട ഇതിൻ്റെ ഒരു ഗ്രാഫ് ആലോചിച്ചാലും നിങ്ങൾ താണ്ട ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് താണ്ട സ്ലോപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഗ്രാഫിക്കലി നമ്മൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സാധനം എന്താ, സ്ലോപ്പാണ്. ഒരു സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ലോപ്പ് എങ്ങനെ ആയിരിക്കും, താണ്ട ഇങ്ങനെ ആയിരിക്കും. അതാ നോക്കിയേ സ്ലോപ്പ്. ഞാനിവിടെ ഒരു ഫംഗ്ഷൻ വരച്ച് കാണിച്ചു തരാം. ആദ്യമേ ഇങ്ങനെ ഒരു ഫംഗ്ഷനായിരുന്നു വിചാരിക്കുക. ഓക്കെ, y=f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് താണ്ട ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ത് ചെയ്യുക, കണ്ടോ, ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ താണ്ട ഈ പോയിന്റ് എടുക്കുക. ഈ ഒരു പോയിന്റ് ഞാൻ അതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് വരച്ച് കഴിഞ്ഞാൽ താണ്ട എനിക്ക് ഇങ്ങനെ കിട്ടത്തില്ലയോ.
അവിടെ നോക്കിക്കഴിഞ്ഞാൽ തീറ്റ എന്തായിരിക്കും? എന്താണ്ട് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഞാൻ തീറ്റ നോക്കുക. തീറ്റ എന്തായിരിക്കും? തീറ്റ നെഗറ്റീവ് ആയിരിക്കത്തില്ലോ തീറ്റ. ഓക്കെ, തീറ്റ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ എന്താവും? ടാൻ ഓഫ് മൈനസ് തീറ്റ. തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ എന്താവും? നെഗറ്റീവ് ആവും. അതായത് സ്ലോപ്പ് എന്താവും? നെഗറ്റീവ് ആവും. സോ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുക, സ്ലോപ്പ് നെഗറ്റീവ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യുക? അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡെറിവേറ്റീവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ക്വസ്റ്റിനിൽ തന്നെ മനസ്സിലായില്ലോ, 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഡി എൽ ബൈ ഡി ടി, ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് എന്ത് ചെയ്യുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ആ കുറവിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മളൊരു നെഗറ്റീവ് സൈൻ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നെഗറ്റീവ് സൈൻ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഓക്കെ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ബാക്കി എന്താ തന്നിട്ടുണ്ട്? ഡി ഡബ്ല്യു ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? ഡി ഡബ്ല്യു ബൈ ഡി ടി നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് എത്ര? അത് ഇൻക്രീസ് ചെയ്യുക. എത്ര വെച്ചിട്ടാ? 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. സോ നമ്മളവിടെ സൈൻ ഒന്നും ഉപയോഗിക്കേണ്ട, സൈൻ പോസിറ്റീവ് തന്നെ. ഓക്കെ, സോ ഡിക്രീസിങ് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിക്രീസ്, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇനി അതേപോലെ അതിൻ്റെ ഗ്രാഫിക്കൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും താണ്ട പോസിറ്റീവ് സ്ലോപ്പുകൾ എപ്പോഴും താണ്ട ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. നെഗറ്റീവ് സ്ലോപ്പുകൾ എപ്പോഴും താണ്ട ഇങ്ങനെ വരും, താഴോട്ട് വരും. ഓക്കെ, ചരിഞ്ഞ് വരും നെഗറ്റീവ് സ്ലോപ്പുകൾ. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. സോ അത് നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ആ കോൺസെപ്റ്റ് ഇപ്പോഴേ ഞാൻ എന്ത് ചെയ്തെന്നേ ഉള്ളൂ, ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഓക്കെ, അങ്ങനെ ഇതാ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ബാ, ഡി പി ബൈ ഡി ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഡി എൽ ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഡി പി ബൈ ഡി ടി ഈസിക്കൽ 2 ഇൻറ്റു ഡി എൽ ബൈ ഡി ടി എത്ര? -5 പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി ടി എത്ര? 4 വിച്ച് ഈസിക്കൽ എത്ര? -2 കിട്ടും അല്ലേ? സോ എന്ത് കിട്ടും? -2 കിട്ടും. ഓക്കെ, ഡി പി ബൈ ഡി ടി പെരിമീറ്റർ ആണ്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ അല്ലയോ? അളവല്ലയോ? ചുറ്റളവല്ലയോ? ഓക്കെ, സെൻറ്റിമീറ്റർ. സോ -2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. അതായത് അതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റിൽ 2 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ അതിൻ്റെ പെരിമീറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, സോ ആ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നമുക്ക് എ പാർട്ട് കിട്ടി. ഇനി ഇതുപോലെ സിമിലറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എ പാർട്ട് കഴിഞ്ഞ് ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബി പാർട്ട് കണ്ടുപിടിക്കാം. നോക്കിയാൽ ബി പാർട്ട് എന്താ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഏരിയ, അതായത് ഡി എ ബൈ ഡി ടി. സിമ്പിൾ അല്ലയോ? തനിയെ ചെയ്തു നോക്കേ. ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, നമ്മളിവിടെ ഒരു കോൺസെപ്റ്റും കൂടെ പഠിക്കാൻ പോയി. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലയോ, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലയോ? സോ ഏരിയ ഡി ബൈ ഡി ടി ഓഫ് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇതല്ലേ ചെയ്യേണ്ടത്? വിച്ച് ഈസ് ഇക്വൽ ടു, നമുക്കറിയാം പ്ലസും മൈനസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഓരോ ടൈമിനെ സെപ്പറേറ്റ് ചെയ്യാമായിരുന്നു. നമുക്ക് ഓരോ ടൈമിന് ആദ്യം എല്ലിനെ ചെയ്ത് പ്ലസ് ഇട്ട് രണ്ടാമത് ഡബ്ല്യൂവിന് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ആ രണ്ട് ഫംഗ്ഷൻസ് വന്നിരിക്കുന്നത് എല്ലും ഡബ്ല്യൂയും രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെറിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ റൂൾ ഇതാണ്. ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി വിച്ച് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഞാൻ യുവിനെ ഡെറിവേറ്റ് ചെയ്യും. യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. ഓക്കെ, എഴുതാൻ എളുപ്പം ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് ഓഫ് വി. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നല്ലയോ ആദ്യമേ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡി വൈ ബൈ ഡി എക്സ്, അതിനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കും നമ്മൾ വൈ ഡാഷ് എന്നൊക്കെ വിളിക്കുമല്ലോ, വൈ ഡാഷ് എന്നും വിളിക്കാം. സോ ഡാഷ് വെച്ച് സൂചിപ്പിക്കുന്നത് എന്താ? ഡെറിവേറ്റീവ് ആണെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. സോ ഡി യു ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി എന്ന് കിടക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? യുവിനെ ഡെറിവേറ്റ് ചെയ്യുക, ഇൻറ്റു വി ചെയ്യുക, പ്ലസ് പിന്നെ എന്ത് ചെയ്യുക? വിനെ ഡെറിവേറ്റ് ചെയ്യുക, ഇൻറ്റു യു ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ നോക്കി, ഈ റൂൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾറെഡി, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതാണ്. അതാ നോക്കിയാൽ ഈസിയാ. ആദ്യം എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എല് ചെയ്യുക, ഡി എൽ ബൈ ഡി ടി ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഇനി എന്ത് ചെയ്യുക? എല്ലിനെ അതേപോലെ അവിടെ ഇട്ടേക്കുക,
ആരെ ചെയ്യുക, dw/dt. ഓക്കെ ആണോ? സിമ്പിൾ റൂളല്ലേ പഠിക്കാൻ? ഓക്കെ. സോ dl/dt നമുക്കറിയാം എത്ര, -5 ഇൻറ്റു വിഡ്ത്ത് എത്ര, വിഡ്ത്ത് എനിക്കറിയത്തില്ല, വിഡ്ത്തിന് ഞാനിവിടെ കൊടുത്തേക്കുന്നത് എന്താ, y എന്നാണ് കൊടുത്തേക്കുന്നത്. വിഡ്ത്തിന് ഞാൻ എന്താ വിളിച്ചേക്കുന്നത്, y എന്നാണ് വിളിച്ചേക്കുന്നത്. w എന്നല്ല വിളിച്ചേക്കുന്നത്, y എന്നാണ് വിളിച്ചേക്കുന്നത്. സോ ഞാൻ y എന്ന് വിളിക്കാൻ പോകും ഇവിടെ, y പ്ലസ് അതേപോലെ ലെങ്ത് എല്ലിന് പകരം ഞാൻ എന്താ വിളിച്ചേക്കുന്നത് ഇവിടെ, എക്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ. സോ ലെങ്തിന് ഞാൻ എന്താ വിളിച്ചേക്കുന്നത്, എക്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ. എക്സ് എന്ന് കൊടുക്കാം, പേരൊന്ന് മാറ്റി കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഇൻറ്റു dw/dt എത്ര, dw/dt 4. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 4x - 5y എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 4x - 5y. ഇനി ഏത് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, dA/dt എപ്പോഴുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, x = 8 സെൻറ്റിമീറ്ററും y = 6 സെൻറ്റിമീറ്ററും ആയിരിക്കുമ്പോൾ. ഓക്കെ. ഇവിടെ പെരിമീറ്ററിൻ്റെ കേസ് നമുക്ക് അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല. കാരണം എന്താ, പെരിമീറ്ററിനകത്തുള്ള ചേഞ്ച് എന്താ, ഒരു കോൺസ്റ്റൻറ്റാണ്. ഓക്കെ. പെരിമീറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കിട്ടിയത്, -2 cm/min. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വേറെ ലെങ്തിനെ ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ചേഞ്ചിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളത്, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. പക്ഷേ ഇവിടുത്തെ ഇക്വേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലെങ്തും ബ്രെഡ്ത്തും ഇക്വേഷനകത്ത് കയറി വന്നിട്ടുണ്ട്. സോ ലെങ്തും ബ്രെഡ്ത്തും ഓരോ പോയിന്റിൽ എന്താണോ ലെങ്ത് എന്താണോ ബ്രെഡ്ത്ത് അതിനനുസരിച്ച് ആര് മാറും, dA/dt മാറും. ഓക്കെ. ഓക്കെ. സോ അങ്ങനെ അത്രയും വലിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കണക്ക് ചെയ്യാനാണ്ട് ഇത്രയും ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dA/dt അറ്റ് എത്ര, x = 8ഉം y = 6ഉം. ചുമ്മാ xന് 8ഉം കൊടുക്കുക, yക്ക് എന്ത് കൊടുക്കുക, 6ഉം കൊടുക്കുക. നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും, അതാ നോക്കിയേ, dA/dt എന്ത് കിട്ടും, dA/dt = 4 ഇൻറ്റു എക്സിന് എത്ര കൊടുക്കണ്ടേ, എക്സിന് നമുക്ക് 8 കൊടുക്കണം അല്ലയോ, 4 × 8 മൈനസ് 5 ഇൻറ്റു y എത്ര കൊടുക്കണ്ടേ, y = 6. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു 32 - 30 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്താ, സെൻറ്റിമീറ്റർ സ്ക്വയർ, 2 cm²/min അല്ലയോ. നമ്മൾ നേരത്തെ എല്ലാം കണക്കിൽ സെക്കൻഡ് ആയിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടുത്തെ യൂണിറ്റുകളെല്ലാം തന്നേക്കുന്നത് എങ്ങനെയാണ്, പെർ മിനിറ്റില്ല. സോ നമ്മുടെ ഫൈനൽ ആൻസറും എങ്ങനെ ആയിരിക്കും, 2 cm²/min ആയിരിക്കും. ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു, എന്താ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഡിക്രീസിങ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, മൈനസ് സൈൻ യൂസ് ചെയ്യണം. ഓക്കെ. കണ്ടോ, ഇവിടെ ഡിക്രീസിങ് അറ്റ് റേറ്റ് ഓഫ് 5 cm/min. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് സൈൻ യൂസ് ചെയ്യണം. ആ ഡെറിവേറ്റീവ് എന്താണ് അവിടെ, നെഗറ്റീവ് ആണ്. ഓക്കെ. സോ അത്രയേ ഉള്ളൂ. നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഓൺ ഇൻഫ്ലേഷൻ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 900 cubic centimeter ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഓക്കെ. സോ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ബലൂൺ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ, 900 cubic cm/s എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസസ് വെൻ ദ റേഡിയസ് ഈസ് 15 cm. ഓക്കെ. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസസ്. ഓക്കെ. സോ dr ചേഞ്ച് ഇൻ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലയോ, ചേഞ്ച് ഇൻ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള എന്താ, നമുക്കറിയാം ബലൂണിനകത്തോട്ട് എത്ര, 900 cubic cm/s എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, എയർ ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അത്രയും വോളിയം എയർ എന്ത് ചെയ്യുന്നുണ്ട്, ബലൂണിനകത്തോട്ട് ഒരു സെക്കൻഡിൽ പോകുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ബലൂണിൻ്റെ വോളിയം എങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, 900 cm³/s വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത്രയും കാറ്റല്ലേ അതിനകത്തോട്ട് നിറച്ചു വിടുന്നത്. സോ അത്രയും ഒരു സെക്കൻഡിൽ 900 cm³ വെച്ചിട്ട് വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ബലൂണിൻ്റെ കൂടിക്കൊണ്ടിരിക്കുക. സോ ശരിക്കും നമുക്ക് dV/dt എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ dV/dt തന്നിട്ടുണ്ട് എത്ര, 900 cm³/s നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം ആയിക്കഴിഞ്ഞ് നമുക്ക് ഇനി ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലയോ. കാരണം നമുക്ക് ആകെ നമുക്ക് എന്താ, dR/dt കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, വോളിയത്തിനൊരു ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. dV/dt നമ്മൾ തന്നേക്കുന്നത്. സോ തന്നേക്കുന്ന സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണ്ടേ. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, വോളിയത്തിൻ്റെ ഇക്വേഷൻ, ഇതൊരു സ്പിയർ അല്ലേ, സ്പിയറിൻ്റെ ബലൂൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലേ. സ്പിയറിൻ്റെ വോളിയം എന്താ, 4/3 πr³. ഓക്കെ. സോ ഇത് അറിഞ്ഞു വെച്ചേക്കുക. ഇത് ഇപ്പം തന്നെ അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. 4/3 πr³. നമുക്ക് dV/dt ചെയ്യണം.
നമുക്ക് ആകെ അറിയാവുന്ന സാധനം അതില്ലയോ dv/dt നമ്മളെ തന്നേക്കുന്നത്. dv/dt ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യമേ വിത്ത് റെസ്പെക്ട് ആറിലങ്ങ് ചെയ്യണം അതിനെ, ഇല്ലയോ? കോൺസ്റ്റൻ്റ് എല്ലാം വെളിയിൽ എഴുതി 4/3 പൈ ആർ ക്യൂബിന് ചെയ്യുമ്പം ഇൻറ്റു 3r² എന്ന് വരും. ഇൻറ്റു എന്ത് വേണം, ആദ്യമേ വിത്ത് റെസ്പെക്ട് ആറ് ചെയ്തു, പക്ഷേ നമുക്ക് വിത്ത് റെസ്പെക്ട് ആറ് ചെയ്താൽ ആൻസർ കംപ്ലീറ്റ് ആവുമോ? ഇല്ല, നമുക്ക് dv/dt ആണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആറിനെ വിത്ത് റെസ്പെക്ട് ടി ചെയ്യും, dr/dt. ഓക്കെ ആണോ? ഓക്കെ, ഈസി അല്ലയോ? ഇനി ഇതെന്തിനാ ചെയ്തത്, ഇത് എത്ര നമുക്ക് അറിയാം. എത്ര dv/dt എത്ര തന്നിട്ടുണ്ട്, 900 തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് dr/dt കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതിനെല്ലാം അപ്പുറം കൊണ്ടുപോയാൽ പോരെ, ഈസി അല്ലയോ? നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എല്ലാം സിമിലറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. ഓക്കെ, ഈസി ആയിട്ട് അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തുകൂടെ, ചെയ്യാൻ പറ്റും. സോ dr/dt എന്ത് കിട്ടും, dr/dt ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 900 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളതെല്ലാം താഴോട്ട് പോകും ഇല്ലയോ, 4πr². ഓക്കെ, 900 ഡിവൈഡ് ബൈ 4πr². ഓക്കെ, ഇനി നമുക്ക് എവിടെ കണ്ടുപിടിക്കേണ്ടത്, r ഈസ് ഈക്വൽ ടു എത്രയിലാണ് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. r ഈസ് ഈക്വൽ ടു 15 ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, dr/dt അല്ലയോ, dr/dt ഈസ് ഈക്വൽ ടു എന്താ വന്നേനെ, 900 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു r എത്ര, 15 അല്ലയോ, സോ 15 ഇൻറ്റു 15. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടും ഇല്ലയോ. സോ വീണ്ടും 15 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 60 ആവും. 15 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ അത് 60 ആവും. സോ അതും ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒരു 4 ബാക്കി വരത്തുള്ളൂ. പിന്നെ ആ 4 ഈ 4ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ എന്ത് കിട്ടും, 1/π എന്ന് കിട്ടും ഇല്ലയോ. എന്ത് കിട്ടും, 1/π എന്ന് കിട്ടും. സോ 1/π സെൻറ്റിമീറ്റർ പെർ എന്താ ഇവിടെ, പെർ മിനിറ്റ് ആണോ സെക്കൻഡ് ആണോ എന്ത് തന്നേക്കുന്നത് ഇവിടെ, സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഗ്യാപ് പെർ സെക്കൻഡ് തന്നേക്കുന്നത് ഇല്ലയോ, പെർ സെക്കൻഡ്. സോ പെർ സെക്കൻഡിലല്ല തന്നേക്കുന്നത്. സോ ഓക്കെ, സോ 1/π സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും, റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാവും. ഓക്കെ, ഈസി അല്ലയോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കി, അങ്ങനെ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താ, എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ്, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഇൻക്രീസിങ് വിത്ത് റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, തനിയെ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ, അതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും നേരം പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ തനി ഒന്ന് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. നോക്കി, ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്, എ ലാഡർ 5 meter ലോങ് ഈസ് ലീനിങ് അഗെയിൻസ്റ്റ് എ വാള്, ദ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വാൾ. ഓക്കെ, സോ ഒരു വാളുണ്ട്, ആ വാളിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഏണി ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏണി എന്ത് ചെയ്തിട്ടുണ്ട്, ചാരി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഏണി ചാരി വെച്ചിട്ടുണ്ട് അവേ ഫ്രം ദ വാള് അറ്റ് ദ റേറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഏണി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടുന്ന് ഏതോ ഒരുത്തൻ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. എത്ര, 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഏണിയെ വലിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഏണി അങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ആരാണ്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ഇറ്റ്സ് വാൾ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാളിനകത്തൊരു ഹൈറ്റ് കാണുമല്ലോ ഇതിന്, ആ വാളിനകത്ത് ഹൈറ്റ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇതങ്ങോട്ട് പോകുമ്പോൾ ഇത് താഴോട്ട് വരത്തില്ലയോ. അപ്പോൾ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വാളിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ വാളിനകത്ത് അതുണ്ടാക്കുന്ന ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ട് ഇരിക്കുക. ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ്. ഓക്കെ, ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, അത് എത്രത്തോളം കുറയുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എനിക്കത് അറിയത്തില്ല, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് ഏത് സമയത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, വെൻ ദ ഫൂട്ട് ഓഫ് ദ ലാഡർ ഈസ് 4 meter അവേ ഫ്രം ദ വാൾ. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് എത്ര ആകുമ്പം, ഈ ഡിസ്റ്റൻസ് 4 ആകുമ്പോൾ ഈ ഹൈറ്റ് കുറയുന്നതിൻ്റെ റേറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഇതുവരെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി അല്ലേ. നമുക്ക് ഏരിയയ്ക്കും വോളിയത്തിനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാനും നമുക്കറിയാനും നമ്മൾ എന്ത് ചെയ്ത് ഈസി ആയിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുകയും ചെയ്ത്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കണം. ഓക്കെ, ഇക്വേഷൻസ് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കോ. നമുക്കിവിടെ തന്നേക്കുന്ന ആൾക്കാരായിരിക്കും, അതാ നോക്കിക്കേ, എ ലാഡർ 5 meter ലോങ്, നമുക്ക് ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഈ ലാഡറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്ര, 5 meter തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിട്ടുണ്ട്, ദ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക,
മാറിക്കൊണ്ടിരിക്കുമല്ലയോ, ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുക. ഈ ഡിസ്റ്റൻസ് എക്സ് ആക്സ് അല്ലയോ, ഇത് എക്സ് ആക്സ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ച്, ഇതിന് ഞാൻ എന്ത് ചെയ്തു, വൈ എന്നും വിളിച്ച്. ഞാൻ പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഗ്രൗണ്ട് ആയതുകൊണ്ട് ജി എന്ന് പേര് കൊടുക്കുക, ഇത് എച്ച് എന്ന് പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാനിവിടെ തൽക്കാലം എന്ത് കൊടുത്തു, ഈ ഡിസ്റ്റൻസിന് എക്സ് എന്നും കൊടുത്ത്, ഈ ഡിസ്റ്റൻസ് വൈ എന്നും കൊടുത്തു. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതായത് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നില്ലയോ. എക്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടുന്ന് ആരാണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അത്ര 2 cm/s, ഒരു സെക്കൻഡ് 2 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ആ ലാഡർ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമല്ലയോ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ dx/dt നമ്മുടെ ഈ തന്നിട്ടുണ്ട്, എത്ര, 2 cm/s. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഈ വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. dy/dt ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം, dy/dt കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും, ആൻസർ നെഗറ്റീവ് വരും, ഉറപ്പായിട്ടും പറയാം. കാരണം എന്താ, ഈ വൈ ചേഞ്ച് ചെയ്യുന്നത് എന്താ, വൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ. സോ നമുക്കറിയാം, ഒരു ഡെറിവേറ്റീവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈൻ എന്ത് വരും, അത് നെഗറ്റീവായിട്ട് കിട്ടും നമുക്ക്, അല്ലയോ. നമ്മളത് പഠിച്ചതാണ്, നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മളത് പഠിച്ചതാണ്. ഓക്കെ, വിട്ടേര്, നമുക്ക് ആൻസർ നെഗറ്റീവ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. dy/dt നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഇതിൽ ഇക്വേഷൻസ് ഉണ്ടോ, നമുക്കിവിടെ ഇക്വേഷൻസ് ഒന്നുമില്ല, ഇവിടെ ഏരിയ ഇല്ല, വോളിയം ഇല്ല, ഒന്നുമില്ല, നമുക്ക് ഇക്വേഷൻസ് ഒന്നുമില്ല. സോ എക്സും വൈയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലയോ, ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചാൽ നമുക്ക് ഇവിടെ എന്തിനെ കിട്ടും, നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കിട്ടത്തില്ലയോ, കിട്ടും. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ വെച്ചിട്ട് നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ അറിയാം. പൈതഗോറസ് ഇക്വേഷൻ അറിയത്തില്ലേ നിങ്ങൾക്ക്, പൈതഗോറസ് ഇക്വേഷൻ അറിയാം, എന്താ, x² + y² എന്താ, x² + y² എന്താ, ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ അല്ലയോ, അതായത് 25. ഓക്കെ ആണോ. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ്, നമുക്ക് x² നമുക്ക് ഇക്വേഷൻ കിട്ടി എന്താ, x² + y² = 25 നമ്മുടെ ഇക്വേഷനായി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ചുമ്മാ കണ്ണും പൂട്ടി എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടൈമിൽ എന്ത് ചെയ്യാൻ പോവുക, ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. വിത്ത് റെസ്പെക്ട് ടൈമിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2x. തീർന്നോ, ഇല്ല, വിത്ത് റെസ്പെക്ട് ടൈമില്ല. വിത്ത് റെസ്പെക്ട് എക്സിലായിരുന്നെങ്കിൽ 2x എന്ന് മാത്രം എഴുതി അവിടെ നിർത്തായിരുന്നു. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടൈമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടൈമിലായതുകൊണ്ട് ആ എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടൈം ചെയ്യണം, ഇല്ലയോ, നമ്മുടെ ചെയിൻ റൂൾ. ഓക്കെ, x², എക്സ് ഫംഗ്ഷൻ ഓഫ് എന്താ, എക്സ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്, എക്സ് ഫംഗ്ഷൻ ഓഫ് ടൈമാണ്, എനിക്കറിയാം എക്സ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. കാരണം എന്താ, ഓരോ സെക്കൻഡ് കൂടുന്നവർ 2 സെൻറ്റിമീറ്റർ വെച്ച് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, എക്സ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അത് ആ മാറ്റം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ആ റേറ്റ് ഓഫ് ചേഞ്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, സോ എക്സ് ഫംഗ്ഷൻ ഓഫ് ടൈമാണെന്ന് നമുക്കറിയാം, അത് എങ്ങനെ മാറുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, അറിയത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ വിത്ത് റെസ്പെക്ട് ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എങ്ങനെ, x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടും. പക്ഷേ അത് മാത്രം മതിയോ, പോരാ, എക്സ് എന്തിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു, ടൈമിൻ്റെ. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, dx/dt കൂടെ ചെയ്യണം. ഓക്കെ ആണോ. ഓക്കെ, പ്ലസ് y² ഡെറിവേറ്റ് ചെയ്യാം, 2y. വിത്ത് റെസ്പെക്ട് വൈ ആയിരുന്നെങ്കിൽ അവിടെ നിർത്തായിരുന്നല്ല, നമ്മൾ എന്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലയോ. കാരണം നമുക്കുള്ളത് dx/dt dy/dt ഒക്കെ അല്ലയോ. ഓക്കെ, സോ y² ചെയ്യുമ്പോൾ എന്താ, 2y ഇൻറ്റു എന്താ, വിത്ത് റെസ്പെക്ട് ടൈമിലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം, dy/dt കൂടെ എഴുതണം. ഓക്കെ, ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്നത് എന്താ, ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഇനി ഈസിയാ, സിമ്പിളാ, ക്വസ്റ്റ്യൻ ആൻസർ ആയി കഴിഞ്ഞ് നോക്കിയേ. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dt ആ, ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറം കൊണ്ടുപോകാം. സോ dy/dt ഈസ് ഈക്വൽ ടു, അപ്പുറം കൊണ്ടുപോകുമ്പോൾ -2x ഇൻറ്റു dx. ഓക്കെ, -2x ഇൻറ്റു dx/dt. ഓക്കെ, സോ ഇവിടെ ഒരു /2y ഉണ്ട് അല്ലയോ, / എന്തുകൊണ്ട്, ഒരു 2y ഉണ്ട്. ഓക്കെ, സോ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. x/y dy/dt നമുക്ക് എപ്പോഴത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്, dy/dt എപ്പോഴത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്, 4 മീറ്റർ അല്ലയോ. അതായത് എക്സ് എത്ര ആകുമ്പോൾ ഉള്ളതാ, when the foot of the ladder is 4 meter away from the wall. എക്സ് 4 ആകുമ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എക്സിന് ഞാൻ 4 കൊടുത്തു. എക്സിന് 4 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും നമുക്കറിയാം. ഇതെപ്പോഴും എന്താ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് തന്നെ നിൽക്കും അല്ലയോ. അതെപ്പോഴും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് തന്നെ നിൽക്കും. ഇത് 5 ആണ്, എക്സ് എത്ര ആയി, 4 ആയി. എക്സ് 4 ആയെങ്കിൽ ഇത് എത്ര ആവും, വൈ എത്ര ആവും, വൈ ഈസ് ഈക്വൽ ടു √3 ആയിരിക്കും അല്ലേ, 3 ആയിരിക്കും. വൈ ഈസ് ഈക്വൽ എന്തായിരിക്കും, 3 ആയിരിക്കും. അതായത് √3² + 4² ആണെന്തോന്ന്,
എത്ര കിട്ടുന്നത് √9 + 60 അല്ലെങ്കിൽ 5 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ y എന്തെന്ന് കിട്ടി 3 ആണെന്ന് കിട്ടി. സോ എക്സിനും വൈക്കും കൊടുക്കേണ്ട വാല്യൂ എനിക്ക് മനസ്സിലായി. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കേണ്ടത്. എക്സിന് ഞാൻ എന്ത് കൊടുത്തു 4 കൊടുത്തു, വൈക്ക് ഞാൻ എന്ത് കൊടുത്തു വൈക്ക് ഞാൻ 3 കൊടുത്തു. ഇൻറ്റു dx/dt എത്ര? dx/dt ഞാൻ ആൾറെഡി നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? dx/dt 2 cm/s തന്നിട്ടുണ്ട്. സോ ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും -8/3 cm/s. ഓക്കെ, സോ dy/dt നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ y നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? എത്ര? -8/3 cm/s. അത് ഡിക്രീസ് ചെയ്യുമല്ലോ, അത് ആ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വന്നത് ഇവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ക്വസ്റ്റ്യൻ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയേ. എന്താ ചോദിച്ചേക്കുന്നത്? എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദ കാർ 6y ഈസ് ഈക്വൽ ടു. ഓക്കെ, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? 6y ഈസ് ഈക്വൽ ടു x³ + 2. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും ഇക്വേഷൻസ് y ഈസ് ഈക്വൽ ടു f of x എന്നുള്ള രീതിയിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല. ഓക്കെ, y ഈസ് ഈക്വൽ ടു x² + 2x അങ്ങനെ തന്നെ കിടക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതും വേണമെങ്കിൽ എനിക്ക് y ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതാം, അല്ലയോ? y ഇവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതിനെല്ലാം അപ്പുറം കൊണ്ടുപോയി y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് x എന്നുള്ള രീതി എഴുതാം. സോ ശരിക്കും ഇതെല്ലാം ഫംഗ്ഷൻസ് തന്നെ, എപ്പോഴും അങ്ങനെ കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. y ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കിടക്കണമെന്നൊന്നുമില്ല. ഈ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ കിടക്കാം. ഓക്കെ, എനിവേ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ഡെറിവേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനും റൈറ്റ് ഹാൻഡ് സൈഡിനും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഡെറിവേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും y ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കൊണ്ട് ഇട്ടിട്ട് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് എന്ത് ചെയ്യാം? ഡെറിവേറ്റ് ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നല്ലോ, നമ്മളിവിടെ എന്ത് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡും ഡെറിവേറ്റ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും അങ്ങ് ഡെറിവേറ്റ് ചെയ്ത്, അല്ലയോ? വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരുന്നെങ്കിൽ 2x മാത്രം മതിയായിരുന്നു. വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്തത്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈമിലായതുകൊണ്ട് ഇവിടെ ഒരു dx/dt വന്ന് y ചെയ്തപ്പോൾ ഒരു dy/dt വന്ന്. ഓക്കെ, സോ നമുക്ക് y ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഡെറിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ചെയ്യാം. ഓക്കെ, സോ നോക്കിയോ, 6y ഈസ് ഈക്വൽ ടു എന്താ? x³ + 2 ആയിരുന്നു വിചാരിക്കുക. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ് അറ്റ് വിച്ച് y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times as fast as x കോർഡിനേറ്റ്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് y കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? dy/dt അല്ലയോ അത്? അല്ലയോ? വിത്ത് y ചേഞ്ച് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? y ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഇനി ആ ചേഞ്ച് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? വൈയുടെ ചേഞ്ച് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 8 times as fast as x കോർഡിനേറ്റിൻ്റെ ചേഞ്ച്. അതായത് dy/dt എന്ന് പറഞ്ഞാൽ എന്താ? dx/dt ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ dx/dtയുടെ 8 times അല്ലയോ? ഓക്കെ, സോ dx/dtയുടെ 8 times ആണ് ആര് ചേഞ്ച് ചെയ്യുന്നത്? dy/dt. ഫോർ എക്സാമ്പിൾ dx/dt 2 സെൻറ്റിമീറ്റർ വെച്ച് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ dy/dt വൈയുടെ ചേഞ്ച് എന്തായിരിക്കും? 8 × 2 16 cm/s ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വൈ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, എനിവേ നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എന്താ? ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എന്താ? വൈയുടെ ചേഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8 times as fast as എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ആ സമയത്തുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ സമയത്തുള്ള എക്സിൻ്റെയും പോയിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്, അല്ലയോ? ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ്. ഓക്കെ, സോ ഇങ്ങനെ ഈ കണ്ടീഷൻ എപ്പോഴാണോ വരുന്നത് ആ കണ്ടീഷനുള്ള എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താ നോക്കിയേ, നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, dy/dt dx/dt എല്ലാം ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താ നോക്കിയേ, 6y ഈസ് ഈക്വൽ ടു x³ + 2. രണ്ട് സൈഡ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഡെറിവേറ്റ് ചെയ്യാൻ പോവാ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. ആദ്യമേ 6y ചെയ്യുമ്പോൾ 6 കോൺസ്റ്റൻ്റ് ആയിരുന്നു, വെളിയിൽ എഴുതി. y ചെയ്യുമ്പോൾ dy/dt. ഓക്കെ, y ചെയ്യാന്ന് പറഞ്ഞാൽ y ആദ്യമേ വിത്ത് റെസ്പെക്ട് y ചെയ്യുക. y വിത്ത് റെസ്പെക്ട് y ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ഇൻറ്റു ആരെയും കൂടെ ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ടൈമും കൂടെ ചെയ്യണം. സോ 1 × dy/dt സിമ്പിളി നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? dy/dt എന്ന് എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു x³ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x². അത്രയും മതിയോ? പോരാ, എക്സിനെ ചെയ്യണം, ഇല്ലയോ? വിത്ത് റെസ്പെക്ട് ടു ടൈം. കാരണം എന്താ? നമ്മൾ ഈ 3x² ഡെറിവേറ്റ് ചെയ്ത് എങ്ങനെ? x³ ഡെറിവേറ്റ് ചെയ്ത് എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് ചെയ്തത്. ഓക്കെ, 2 ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയി പോകും. ഓക്കെ, അത് പ്രശ്നമില്ല. ഇനി നമുക്ക് തന്നേക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താ? ഏതോ ഒരു സമയത്ത് dy/dt എന്താവുന്നുണ്ട്? 8 times dx/dt ആവുന്നുണ്ട്. നമുക്കത് അതേപോലെ എടുത്ത് ഇട്ട് കൊടുത്തൂടെ? 6 × dy/dt വരെ എന്ത് കൊടുക്കാം? 8 × dx/dt.
ഡി ടി. ഓക്കെ, ഏതോ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എ ടൈംസ് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തുള്ള എക്സും വൈയും ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്തുള്ള എക്സും വൈയും നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡി വൈ ബൈ ഡി ടിക്ക് വരെ 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളഞ്ഞൂടെ, ഡി എക്സ് ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കട്ട് ചെയ്യാം. 3യും 6 കൂടെ കട്ട് ചെയ്താൽ 2 കിട്ടും. ഇനി ഏതെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ, ഇല്ല. 16 x² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, x² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 16 കിട്ടും. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, +or-4 കിട്ടും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ എക്സ് കിട്ടി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് ഏതാണെന്ന് നമുക്ക് കിട്ടി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് എക്സ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞല്ലോ. എക്സ് എത്ര, ഒന്നെങ്കിൽ +4 അല്ലെങ്കിൽ എന്താ -4. എക്സ് +4 ആണെങ്കിലോ, എക്സ് +4 ആയിരുന്നെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു +4 ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. എക്സിന് ഇവിടെ എന്ത് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. എക്സിന് ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും, നമ്മുടെ ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കണം. വേറെ എവിടെയല്ല, നമ്മുടെ എവിടെ ഇട്ട് കൊടുക്കണം, ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ഇവിടെ എവിടെയെങ്കിലും ഇടാം. പക്ഷേ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, കാരണം ഇവിടെ നിന്ന് വേറെ വൈ ഒന്നുമില്ല. വൈ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇക്വേഷനകത്താണ്. ഓക്കെ, ഇക്വേഷനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എക്സിന് 4 ഇട്ട് കൊടുക്കുക. 6y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 6y, ഞാനത് താണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. 6y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 4³ + 2 എന്ന് കിട്ടും അല്ലേ, 4³ + 2 എന്ന് കിട്ടും. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 4³ എത്ര, 66/6 എന്ന് കിട്ടും അല്ലേ. y ഈസ് ഈക്വൽ എത്ര കിട്ടും, 11 എന്ന് കിട്ടും. ഓക്കെ, സോ x 4 ആണെങ്കിൽ y എന്താവും, 11. അപ്പോൾ ആ പോയിൻ്റ് ഏതാ, 4,11 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ സിമിലർ ആയിട്ട് x ഈസ് ഈക്വൽ ടു എന്താണെന്ന് വിചാരിക്കുക, -4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈക്ക് എന്ത് കിട്ടും, ഇതുപോലെ സിമിലറായിട്ട് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുക, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അതൊന്ന് സ്വന്തമായിട്ട് ചെയ്തു. ഓക്കെ, എക്സ് -4 ആണെങ്കിൽ വൈക്ക് എന്ത് കിട്ടുമെന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു വെക്കുക. ഈസി അല്ലയോ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ ചോദിച്ചേക്കുന്നത്. എ ബലൂൺ വിച്ച് ആൾവേസ് റിമെയിൻ സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ ഓഫ്, ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലയോ. ഡി ഈസ് ഈക്വൽ ടു എന്താ, 3/2 ഇൻറ്റു 2x+1, 3/2 ഇൻറ്റു 2x+1 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dv/dx. ഓക്കെ, വെറുതെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വോളിയം എന്നല്ല ചോദിച്ചേക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു എന്തെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല, നമുക്ക് ഇവിടെ എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതി. dv/dx നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം വോളിയത്തിൻ്റെ ഇക്വേഷൻ, വോളിയം ചേഞ്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മളിവിടെ ഡെറിവേറ്റ് ചെയ്യേണ്ട എന്താ, വോളിയത്തെയാണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, 4/3. വോളിയം എന്താ, 4/3. ഇത് സ്പെറിക്കൽ അല്ലയോ, സ്പെറിക്കൽ. 4/3 πr³. ഓക്കെ, 4/3 πr³. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആറിനെ ഡി യുടെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ഡിയെ ആറാക്കി എഴുതാം. നമുക്ക് ഇവിടെ ഇക്വേഷനകത്ത് r³ അല്ലേ കിടക്കുന്നത്, നമുക്കറിയാം നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് r³ കിടക്കുന്നത്. സോ ഈ ഡിയെ നമുക്ക് ആറായിട്ട് മാറ്റാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്ററിൻ്റെ നേരെ പകുതി അല്ലയോ. സോ ഈ ടേമിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും, 3/4 ഇൻറ്റു 2x+1 എന്ന് വരും. ഓക്കെ, 3/4 ഇൻറ്റു 2x+1. ഓക്കെ, സോ നമുക്ക് ഇതാ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റുകളെല്ലാം ഇങ്ങനെ വെളിയിൽ എഴുതിയല്ലോ. 4/3 π ഞാനിങ്ങനെ വെളിയിൽ എഴുതി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡെറിവേറ്റീവ് ഓഫ് r³ കണ്ടുപിടിക്കണം. d/dx ഓഫ് r³ കണ്ടുപിടിക്കണം. r³ എന്ന് പറഞ്ഞാൽ എന്താ, r³ എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു 2x+1 ദ ഹോൾ ക്യൂബ്. ഓക്കെ, 3/4 ഇൻറ്റു 2x+1 ദ ഹോൾ ക്യൂബ്. ഈ സാധനമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതാണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുക, dv/dx ഈസ് ഈക്വൽ ടു, കോൺസ്റ്റൻറ്റുകളെല്ലാം ഞാൻ ഈ വെളിയിൽ എടുക്കാൻ പോകും. ഓക്കെ, അവിടെ നമുക്ക് വെളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, 4π/3 ഇവിടെ വെളിയിൽ ആൾറെഡി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു 3³ ഇങ്ങനെ വെളി വരത്തില്ലയോ, 3/4 ദ ഹോൾ ക്യൂബായിട്ട് കിടക്കുക. ഒരു 3³ വെളി വരും, ഒരു 4³ വെളി വരും. ഓക്കെ, ഒരു 3³ വെളി വരും, ഒരു 4³ വെളി വരും. അകത്താരുണ്ട് ഡെറിവേറ്റീവ് ഓഫ് 2x+1 ദ ഹോൾ ക്യൂബ്. ഓക്കെ, ബാക്കി ആ ക്യൂബിനകത്ത് കിടന്ന 3/4 ഞാൻ എന്ത് ചെയ്തെങ്കിൽ വെളിയിലോട്ട് എഴുതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു
നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് 2x+1 ദ ഹോൾ ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റ് ചെയ്തത്. ബാക്കിയെല്ലാം തീർന്നു കഴിഞ്ഞ്, ഇവിടുത്തെ ആൻസർ കഴിഞ്ഞ്. ഇനി നമുക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ, d/dx ഓഫ് 2x+1 ദ ഹോൾ ക്യൂബ് ചെയ്യാനാണ്. നമുക്ക് ഡെറിവേറ്റീവ്സ് നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് എടുക്കാൻ അല്ലയോ. 2x+1 ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ താണ്ട് ഇങ്ങനെ പഠിച്ചോളുക, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ താണ്ട് ഇത്ര ആലോചിച്ചാൽ മതി. 2x+1 പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെറുതെ x³ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, x³ ആയിരുന്നെങ്കിൽ 3x⁻²2 എന്ന് എഴുതായിരുന്നു, ഇങ്ങനെ എഴുതായിരുന്നു. പക്ഷേ ഇവിടെ വെറുതെ x³ എന്നല്ലല്ലോ വന്നേക്കുന്നത്, എക്സിന് പകരം ഒരു ഫംഗ്ഷനാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലയോ, 2x+1 എന്ന് പറയുന്ന ഒരു സാധനം വന്നേക്കുന്നത്. സോ ഞാൻ ആ 2x+1 മൊത്തത്തിൽ ഞാൻ എന്ത് വിളിച്ച്, 2x+1 മൊത്തത്തിൽ ഒരു y എന്ന് വിളിക്കുക. ഞാൻ എന്ത് വിളിച്ച്, y എന്ന് വിളിച്ച്. ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തതാണ്, y എന്ന് വിളിച്ച്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് പറയാം 2x+1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, y³ അല്ലയോ. അങ്ങനെ ആണെങ്കിൽ 2x+1 ദ ഹോൾ ക്യൂബിനെ ഡെറിവേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആരെ ഡെറിവേറ്റ് ചെയ്താൽ മതി, y³ ഡെറിവേറ്റ് ചെയ്താൽ പോരെ. സോ എനിക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ആരെ ഡെറിവേറ്റ് ചെയ്താൽ മതി, y³ ഡെറിവേറ്റ് ചെയ്താൽ മതി. y³ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3y². നോക്കണം, ശ്രദ്ധിക്കണം, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണോ ചെയ്തത്, അല്ല, വൈയിലായിരുന്നു ചെയ്തെങ്കിൽ 3y² അവിടെ കൊണ്ട് നമുക്ക് നിർത്താമായിരുന്നു. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, dy/dx ചെയ്യേണ്ടി വരും. ഇൻറ്റു എന്തുകൊണ്ട് വരും, dy/dx ചെയ്യേണ്ടി വരും. ഓക്കെ, സോ y³ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തോന്ന് എനിക്ക് മനസ്സിലായി. 3 × y². y² എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് y എന്ന് പറഞ്ഞാൽ 2x+1 അല്ലയോ. സോ y² എന്തായിരിക്കും, 2x+1 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇൻറ്റു ആരും കൂടെ ഉണ്ട്, dy/dx ഉണ്ട്, അവനെയും കൂടെ നമുക്ക് വേണം. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആരും കൂടെ വേണം, ഇൻറ്റു ഒരു dy/dx ഉണ്ട്. dy/dx എങ്ങനെ കിട്ടും, നാണ്ട് ഈസിയാണ് കിട്ടാൻ. എന്താ നോക്കിയേ, നമുക്കറിയാം 2x+1 പകരം ഞാൻ എന്ത് കൊടുത്തത്, y എന്ന് പേര് കൊടുത്തത്. എനിക്ക് വേണ്ടുന്നത് എന്താ, dy/dx ആ. സോ റൈറ്റ് ഹാൻഡ് സൈഡ് dy/dx കിട്ടും. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്താൽ പോരെ, സോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ലെഫ്റ്റ് ഹാൻഡിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കോൺസ്റ്റൻറ്റ് 2 എഴുതി എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 1 കിട്ടും, 1ൻ്റെ 0 ആയി പോകും. സോ dy/dx എന്താണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. dy/dx എന്താണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. ഓക്കെ ആണോ. സോ ശരിക്കും പറഞ്ഞാൽ ഈ dv/dx എന്ന് പറയുന്ന സാധനം എന്തായി, dv/dx ഈസ് ഈക്വൽ ടു 3യും ഒരു 3³ നിന്ന് ഒരു 3യും കൂടെ വെട്ടിപ്പോയാൽ അത് 3² ആയി. 4³ ഒരു 4ഉം വെട്ടിപ്പോയാൽ ഇതും എന്തായി, 4² ആയി. ഓക്കെ, സോ 3² എത്ര, 9 ഡിവൈഡഡ് ബൈ 4, ഒരു പൈ ഉണ്ടായിരുന്നു, 9π/4 ഇൻറ്റു dy/dx ഓഫ് 2x+1 ദ ഹോൾ ക്യൂബ്. 2x+1 ദ ഹോൾ ക്യൂബിനെ ഞാൻ ഡെറിവേറ്റ് ചെയ്തല്ലയോ, ഡെറിവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 6 ഇൻറ്റു ഉണ്ടോ, 3 × 2 എത്ര, 6 ഇൻറ്റു 2x+1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. 6 ഇൻറ്റു 2x+1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എന്തൊക്കെയുണ്ട്, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യില്ലയോ. ഇതൊരു 2 ആവും, ഇതൊരു 3 ആവും. സോ 27π ഡിവൈഡഡ് ബൈ 2 അല്ലേ, 2 ഇൻറ്റു 2x+1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തൂടെ, ഈസി ആയിട്ട് ചെയ്യാം. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴേ ആൻസർ കഴിഞ്ഞു. ഈ ഒരു ഡെറിവേഷൻ പാർട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഡെറിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേ ആൻസർ കിട്ടി. ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആൻസറിലോട്ടെത്തും. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനും ഈസി മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. 2x+1 ദ ഹോൾ ക്യൂബ് ഒക്കെ ഡെറൈവ് ചെയ്യാൻ ഈസി ആയിട്ട് പഠിക്കാം. സോ ആ മെത്തേഡൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കണക്കുകൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ലായിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കണക്കുകൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ കണക്കുകൾ ഇതേ കണക്കുള്ള ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വരുമ്പോഴും അപ്പോൾ ആ ടൈപ്പ് നമ്മൾ ഡെറിവേറ്റീവ്സിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും കൂടെ എന്ത് ചെയ്യുക, പഠിക്കാനും കൂടെ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, സോ ഇത് വലിയ കോൺസെപ്റ്റ് ഒന്നുമല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന കോൺസെപ്റ്റാണ്. സോ അതുകൂടെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും, ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ ഏതാ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, നമ്മുടെ NCERT തന്നെയുള്ള ക്വസ്റ്റ്യനാണ്, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് തനിയെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കുക, തനിയെ സോൾവ് ചെയ്യുക. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ,
the total cost in rupees associated with the production of x units of an item is given by okay c of x is equal to എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു കമ്പനിയിൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യുക, കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ എന്താ, നമ്മുടെ എന്തെങ്കിലും ഒരു മുട്ടായി ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക, കുറേ മുട്ടായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആ മുട്ടായി ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഇപ്പോൾ 10 മുട്ടായി ഉണ്ടാക്കണമെങ്കിൽ ഇത്ര രൂപയാവും ചിലവ്, 11 മുട്ടായി ഉണ്ടാക്കണമെങ്കിൽ ഇത്ര രൂപയാവും ചിലവ്, അല്ലെങ്കിൽ ഒരു 50 മുട്ടായി ഉണ്ടാക്കണമെങ്കിൽ ഇത്ര രൂപയാവും ചിലവ്. സോ യൂണിറ്റിനനുസരിച്ച് ഈ കോസ്റ്റ് എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കത്തില്ലയോ? നമുക്ക് ഉണ്ടാക്കേണ്ട യൂണിറ്റിനനുസരിച്ച് ഈ കോസ്റ്റ് എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ കോസ്റ്റ് വേരി ചെയ്യുന്ന, ഇവിടെ എന്തോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഒരു യൂണിറ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാനത് മുട്ടായി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ എക്സ് യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് ആ കോസ്റ്റ് എങ്ങനെ ആയിരിക്കും, അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. കണ്ടോ, കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് എന്ത് തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് എനിക്ക് ഒരു മുട്ടായി ഉണ്ടാക്കണം, എക്സിന് ഞാൻ എന്ത് കൊടുക്കും, 1 ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അതായത് ഒരു മുട്ടായി ഉണ്ടാക്കാൻ എനിക്ക് ചിലവാകുന്നത് അത്രയും രൂപയാണ്. ഓക്കെ ആണോ? ഓക്കെ, സോ എക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ് വെൻ 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. നമുക്ക് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, മാർജിനൽ കോസ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരികയെന്ന് വിചാരിക്കുക. എന്താ മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ്. കണ്ടോ, മാർജിനൽ റവന്യൂ, അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്. കണ്ടോ, ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സി ഓഫ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയേ ഉള്ളൂ, ഡെറിവേറ്റീവ് ഓഫ് സി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്തിലാ, വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ലയോ. സോ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡെറിവേറ്റീവ് ഓഫ് സി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പം മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഇതേപോലെ റവന്യൂവിന് ഒരു ഇക്വേഷൻ ഇങ്ങനെ തരും ഇതേപോലെ. അപ്പം മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെറിവേറ്റീവ് ഓഫ് റവന്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി സിമ്പിളാണ് കണക്ക് ചെയ്യാൻ, സിമ്പിളായിട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കിയേ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് സി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇല്ലയോ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.007 ഇൻറ്റു 3x² മൈനസ് 0.003 ഇൻറ്റു x² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 2x പ്ലസ് 15. ഓക്കെ, അത് കിട്ടും. അറ്റ് എത്രയിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, ഡി സി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഏത് സമയത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഈസ് ഈക്വൽ ടു എത്രയില്ല, 17 യൂണിറ്റ്, 17 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, 17 ഇട്ട് കൊടുത്താൽ മതി. ഈ ഇക്വേഷനകത്ത് എക്സിനെല്ലാം എന്ത് കൊടുക്കുക, 17 ഇട്ട് കൊടുക്കുക. 0.007 ഇൻറ്റു 17² മൈനസ് 0.003 ഇൻറ്റു 2 ഇൻറ്റു 17 പ്ലസ് 15. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ കിട്ടും. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ, ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ എന്താണെന്ന് നോക്കിയേ, സിമിലർ ആയിട്ടുള്ളൊരു കണക്കാണ്. എന്താ, റവന്യൂ ഇവിടെ കോസ്റ്റ് ഓഫ് എക്സ് സി ഓഫ് എക്സിന് വരെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ആർ ഓഫ് എക്സ് ആണ്. നമുക്ക് മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാൻ അറിയാം. എന്താ ചെയ്താൽ മതി, dr/dx ചെയ്താൽ മതി. ഓക്കെ, സിമിലർ ആയിട്ട് സെയിം പോലെ ഒന്ന് തനി എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത്. ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ചാപ്റ്റർ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുവാണോ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുവാണോ. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് കണക്കുകളുണ്ട്. അതുപോലെ തന്നെ മാക്സിമം മിനിമം വെച്ചിട്ടുള്ള കുറച്ച് കണക്കുകളും കൂടെ ഉണ്ട്. സോ ഈ ഒരു 2 പാർട്ടും കൂടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാനുള്ളത്. ഈസി ആയിട്ട് കവർ ചെയ്തു പോകാം. കുറച്ച് കണക്കുകളേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ ആ കണക്കുകളെന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ, ഇനി അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവെല് കണ്ടുപിടിക്കുക. ഒരു ഫംഗ്ഷൻ എവിടേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എവിടേക്കാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാണും. ഓക്കെ, ഈസിയാണ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുണ്ട്, എന്താണ് ഡെറിവേറ്റീവ്, dv/dx, dv/dt ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് പോകാൻ പറ്റും. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ലെക്ചറും കൂടെ കഴിയുമ്പോഴത്തേ നമുക്ക് ഈ മാക്സിമം മിനിമയും അതേപോലെ ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലെക്ചർ കവർ ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്, ബൈ.